ഹലോ, എല്ലാവർക്കും വിങ്സ് അക്കാഡമിയുടെ ഇന്നത്തെ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോ നമ്മ ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് അതിലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, നമ്മുടെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സുകൾ നോക്കാം. ഏതാണ് ആ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്ന് നോക്കോ. എപ്പോഴും ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഭാഗമാണ് ഈ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോ ഈ ഭാഗങ്ങൾ പഠിക്കാണ്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ഈ ടോപ്പിക്സ് പഠിക്കാണ്ട് ഒരിക്കലും എക്സാമിന് പോകാൻ നിൽക്കരുത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഈ ടോപ്പിക്സ് എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം ഓരോന്ന് പഠിച്ചതിന് ശേഷം ടിക്കറ്റ് പോവാ കേട്ടാ. അപ്പൊ ഈ ടോപ്പിക്സ് പഠിക്കാണ്ട് ഒരിക്കലും എക്സാം എഴുതാൻ പാടില്ല. ഇനി അതുപോലെ തന്നെ എല്ലാ പ്രാവശ്യം 1 മാർക്കിനും 3 മാർക്കിനൊക്കെ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. അല്ലെ, 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉണ്ടെന്ന് അറിയാം. അപ്പൊ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയും അവരുടെ SI യൂണിറ്റ്സും. ഓക്കെ, അപ്പൊ ലെങ്ത്തിന്റെ SI യൂണിറ്റ് മീറ്റർ ആണ്, മാസിന്റെ കിലോഗ്രാം ആണ്, ടൈമിന്റെ സെക്കൻഡ് ആണ്. അങ്ങനെ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയും അവരുടെ SI യൂണിറ്റും കാണിക്കുന്നത് ആ സിമ്പിളും പഠിച്ചു വെക്കാം. ഇപ്പൊ മീറ്റർ എമ്മിലാണ് അല്ലെ നമ്മ കാണിക്കുക. മീറ്ററിന്റെ സിമ്പിൾ എന്താണ്? എം ആണ്. അപ്പൊ അത് നോക്കണം. കിലോഗ്രാമിനെ kg എന്നാണ് കാണിക്കുക, അതും നോക്കണം കേട്ടാ. അപ്പൊ സിമ്പിളും നോക്കി വെച്ചോ. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഏതൊക്കെയാണ്, അതുപോലെ തന്നെ അവരുടെ SI യൂണിറ്റ്സ് കേട്ടാ, അത് പഠിച്ചു വെക്കണം. പിന്നെ അതുപോലെ തന്നെ എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ എപ്പോഴും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ടു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിംഗ് നോ യൂണിറ്റ് ആൻഡ് നോ ഡയമെൻഷൻ. യൂണിറ്റും ഇല്ല അല്ലെ, നോ എന്നർത്ഥതാണ് യൂണിറ്റ് ഇല്ല, നോ ഡയമെൻഷൻ ഇല്ല. അപ്പൊ യൂണിറ്റും ഡയമെൻഷനും ഇല്ലാത്ത 2 ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ പേര് ഏതാണ്? അത് ഏതൊക്കെയാണ്? ഒന്ന് പറഞ്ഞ ഏതൊക്കെയാണ്? ഓക്കെ, ഒന്ന് റിലേറ്റീവ് ഡെൻസിറ്റി, രണ്ടാമത്തെ ആളാരാണ്? സ്ട്രെയിൻ. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കാണ് എന്തില്ലാത്തത്? യൂണിറ്റും ഡയമെൻഷനും ഇല്ലാത്ത ആൾക്കാരൊക്കെയാണ് റിലേറ്റീവ് ഡെൻസിറ്റി ഒപ്പം സ്ട്രെയിൻ ട്ടാ. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്താണ്? റൈറ്റ് ടു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിംഗ് ദാറ്റ് ഹാവ് യൂണിറ്റ് ബട്ട് നോ ഡയമെൻഷൻ. യൂണിറ്റ് ഉണ്ട് പക്ഷെ എന്തില്ല? ഡയമെൻഷൻ ഇല്ല. ഓക്കെ, അതാണ് പറയുന്നത് ഹാവ് യൂണിറ്റ് ബട്ട് നോ ഡയമെൻഷൻ. യൂണിറ്റ് ഉണ്ട് പക്ഷെ അവർക്ക് എന്തില്ല? ഡയമെൻഷൻ ഇല്ല. അങ്ങനത്തെ 3 ആൾക്കാരെ ഫിസിക്സിലുള്ളൂ. അതാരൊക്കെയാണ്? പ്ലെയിൻ ആംഗിള്, സോളിഡ് ആംഗിള്, ആംഗുലാർ മൊമെന്റം. ഈ 2 ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. യൂണിറ്റും ഡയമെൻഷൻ ഇല്ലാത്ത ആൾക്കാര് റിലേറ്റീവ് ഡെൻസിറ്റിയും സ്ട്രെയിനും. അതുപോലെ തന്നെ യൂണിറ്റ് ഉണ്ട് പക്ഷെ ഡയമെൻഷൻ ഇല്ലാത്ത ആൾക്കാർ ആരാണ്? പ്ലെയിൻ ആംഗിള്, സോളിഡ് ആംഗിള്, ആംഗുലാർ മൊമെന്റം കേട്ടോ. അപ്പൊ അത് പഠിച്ചു വെക്കാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്ന് എപ്പോഴും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഈ മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. എന്താണെന്നറിയോ? ഒരു കോൺസ്റ്റന്റിനെ തന്നിട്ട് ഒരു ഇക്വേഷൻ തരും, ഒപ്പം ആ ഇക്വേഷനിൽ ഒരു കോൺസ്റ്റന്റിനെ തരും, എന്നിട്ട് ആ കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാനാണ് പറയാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ഇതില് അവര് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഫോഴ്സ് അങ്ങനെ കുറച്ച് കഥയൊക്കെ പറഞ്ഞ് സ്പീഡ് V എന്ന് പറഞ്ഞ സ്പീഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവര് പറയാനുണ്ട് ഒരു ഇക്വേഷൻ തന്നിട്ട് അല്ലെ. അതിൽ K കോൺസ്റ്റന്റ് ആണെന്ന് കൂടി പറഞ്ഞു. ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് K. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇക്വേഷൻ തന്നിട്ട് അതിലൊരു കോൺസ്റ്റന്റ് തരും, എന്നിട്ട് ആ കോൺസ്റ്റന്റ് ഡയമെൻഷൻ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടുത്തെ കോൺസ്റ്റന്റ് ആരായിരുന്നു? K അല്ലെ. അപ്പൊ ആരെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? K ടാ. അപ്പൊ ഒരു കോൺസ്റ്റന്റ് തന്നു, അതിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടല്ലോ, ആ ഇക്വേഷൻ എന്തായിരുന്നു? F = kv² അല്ലെ. F = kv² ആണ് അവർ തന്ന ഇക്വേഷൻ. ഇതിൽ കണ്ടുപിടിക്കേണ്ടത് ആരെയാണ്? K അല്ലെ. കണ്ടുപിടിക്കേണ്ടത് K. അപ്പോ കണ്ടുപിടിക്കാൻ പറയണ കോൺസ്റ്റന്റിനെ ആ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒറ്റയ്ക്ക് നിർത്തണം. കണ്ടുപിടിക്കാൻ പോണത് ആരെയാണോ അയാൾ എന്ത് ചെയ്യുക? ആ ഇക്വേഷനിൽ ഒറ്റയ്ക്ക് നിർത്താൻ, ബാക്കിയുള്ള എല്ലാരെയും ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുക. ഇങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം, കണ്ടുപിടിക്കേണ്ട ആൾ ആരാണോ അയാൾ എന്ത് ചെയ്യുക? ഒറ്റയ്ക്ക് നിർത്താൻ, ബാക്കി എല്ലാവരും എന്ത് ചെയ്യുക? അപ്പുറത്തോട്ട് കൊണ്ടുപോകുക. അപ്പൊ ഇവിടെ K ഒറ്റയ്ക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ v² എന്ത് ചെയ്യണം? ഇപ്പുറത്തോട്ട് വരണം. അപ്പൊ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണല്ലേ. ഈ മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് v² = ഇപ്പുറത്ത് വരുമ്പോ എന്താവും? ഡിവിഷൻ ആവും. അപ്പൊ F/v² = K. ഇങ്ങനെ കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് K യുടെ ഇക്വേഷൻ കിട്ടി, കോൺസ്റ്റന്റ് ആയ K യുടെ ഇക്വേഷൻ കിട്ടി. അപ്പൊ സാധാരണ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? 2 സൈഡിലും, അല്ലെങ്കിൽ ഇവിടെ ഫോഴ്സിന്റെയും വെലോസിറ്റിയുടെ എന്ത് ചെയ്യും? വെലോസിറ്റി അല്ലല്ലോ നമുക്ക് തന്നത്, സ്പീഡാണ്. അപ്പൊ ഫോഴ്സിന്റെയും സ്പീഡിന്റെ എന്ത് ചെയ്യും? യൂണിറ്റ് അല്ലെങ്കിൽ ഡയമെൻഷൻ എന്ത് ചെയ്യും? നമ്മൾ എഴുതി വെക്കും. അപ്പൊ ഫോഴ്സിന്റെ ഡയമെൻഷൻ നമുക്കറിയാം. ഞാൻ ഇവിടെ എഴുതാൻ പോവാ കേട്ടോ. ഫോഴ്സിന്റെ ഡയമെൻഷൻ mL/2 ആണ്. ഓക്കെ, ഇത് ഒന്ന് പഠിച്ചു വെച്ചോളൂ. ഫോഴ്സിൻ്റെത് mL/2 ആണ്. അപ്പൊ ഫോഴ്സിന്റെ എഴുതി. ഇനി ആരാ എഴുതാനുള്ളത്? സ്പീഡിന്റെ അല്ലെ. സ്പീഡിന്റെ നമുക്കറിയാലോ എന്താണ്? L/(-1) ആണ്. സ്പീഡിന് ഇവിടെ എന്താണ്? സ്ക്വയർ ഉണ്ട്. V എന്ന് പറഞ്ഞാൽ സ്പീഡാന്ന് അവർ പറഞ്ഞു.
ഓക്കെ, അപ്പം വി സ്ക്വയർ ആണ്. അപ്പൊ നമ്മ എന്ത് ചെയ്ത് വിയുടെ ഡയമെൻഷനോട് എഴുതി. വിയുടെ ഡയമെൻഷൻ LT⁻⁻². ഓക്കെ, വി സ്ക്വയർ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യാം, വിയുടെ ഡയമെൻഷന് സ്ക്വയർ കൊടുക്കാം. ഓക്കെ അല്ലേ, ഇത്ര ഓക്കെ അല്ലേ? ആ സ്ക്വയർ കൊടുക്കണ സാധനം ഇവിടെ ചെയ്യാൻ പോവാ കേട്ടോ. LT⁻⁻². ഓക്കെ, അപ്പൊ ഒരു ബ്രാക്കറ്റിന്റെ മേലെ സ്ക്വയർ വന്ന് എന്ത് ചെയ്യണം, ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എല്ലാവർക്കും അല്ലെ, ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള എല്ലാവർക്കും എന്തായിരിക്കും ആ സ്ക്വയർ ബാധകമാണ്. അപ്പൊ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ട്, എൽ ഉണ്ട്, ടി ഉണ്ട്. അപ്പൊ ഒരു പവർ കൂടി ഇല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അതിന്റെ പവർ, എല്ലിന്റെ പവർ എത്രയാണ്, 1 എന്നാണ്. അപ്പോ ഈ 2 ഞാൻ ബ്രാക്കറ്റിന്റെ ഉള്ളിലോട്ട് കൊടുക്കണം. അപ്പൊ ഉള്ളിലോട്ട് കൊടുക്കുമ്പോൾ രണ്ടുപേരും കൊടുക്കണ്ടേ. അപ്പൊ 2 ഉള്ളിലോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. അപ്പൊ 2 × 1 എന്നാണ് അല്ലെ, 2 × 1 L². ഓക്കെ, അതുപോലെ തന്നെ ഇവിടേക്ക് കൊടുക്കുമ്പോ 2 × -1 എന്നാണ് വരിക. അപ്പൊ 2 × -1 എന്ന് പറയുമ്പോൾ എന്താണ്, -2 ആണ്. അപ്പൊ L²T⁻². ഇതാണ് നമുക്ക് എന്ത് ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോ കിട്ടാം. അപ്പൊ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം, അതേവിടെ എഴുതി കൊടുക്കാൻ പോവാം കേട്ടോ. ഓക്കെ, MLT⁻², ഒപ്പം L²T⁻². ഓക്കെ അല്ലേ? ഈ ബ്രാക്കറ്റ് ഞാൻ ഓപ്പൺ ആക്കിയപ്പോ ഇങ്ങനെ വന്നു. ഇനി അടിയിലുള്ള ആൾക്കാർ എന്ത് ചെയ്യണം, നമുക്ക് മേലോട്ട് കൊണ്ടുപോകണം. ഡയമെൻഷൻ എഴുതുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഡിവിഷൻ ആയിട്ട് എഴുതാൻ പാടില്ല. അപ്പൊ അടിയിലുള്ള ആൾക്കാർ എന്ത് ചെയ്യണം, മേലോട്ട് കൊണ്ടുപോകണം. സിമ്പിൾ പരിപാടിയാണ് മേലോട്ട് കൊണ്ടുപോകാൻ. മേലോട്ട് കൊണ്ടുപോകാന്ന് വെച്ചാല് ഇപ്പൊ ഈ ടി മേലോട്ട് പോകൂലേ, നോക്കിക്കോ. തൽക്കാലം ഞാനിപ്പോ ഇവിടെ എഴുതി വെക്കാം. ഇപ്പോ അടിയിലിരിക്കുന്ന ടി മേലോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുക, ഇവിടെ ടിക്ക് പവർ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ആ പവർ എത്രയായിരിക്കും, 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ അടിയിലിരിക്കുന്ന ടി മേലോട്ട് പോകുമ്പോ അതിന്റെ പവർ എത്രയാണോ അത് മൈനസ് ആവും. ഓക്കെ, ഇവിടെ ടിയുടെ പവർ എത്രയായിരുന്നു, 1 ആയിരുന്നു. മേലോട്ട് പോയപ്പോ എന്തായി, T⁻⁻1 അത്രേ ആയുള്ളൂ. ഓക്കെ, ഇനി അടിയിൽ മൈനസ് ആർന്നുണ്ടെങ്കിൽ മേലെ പോകുമ്പോ എന്താവും, പ്ലസ് ആവും. സിമ്പിൾ അല്ലേ? അടിയിൽ എന്താണോ അതിന്റെ സിമ്പിൾ, അതിന്റെ പവറിന്റെ സിമ്പിൾ എന്താണോ അത് മേലെ പോകുമ്പോ അതിന്റെ ഓപ്പോസിറ്റ് ആവും. സിമ്പിൾ അല്ലേ? അപ്പൊ ഇവിടെ -2 ആണ്, അത് മേലെ പോകുമ്പോ എന്താവും, -2 മേലെ പോകുമ്പോ T⁻+2 അങ്ങനല്ലേ വരാ, +2 എന്നല്ലേ വരാ. ഓക്കെ, അത് ഞാൻ അവിടെ എഴുതി വെക്കാണ്. സോറി, ഇവിടെ എഴുതാം. MLT⁻2 × T⁻². ഓക്കെ അല്ലേ? ബൈ L². L² കൊണ്ടുപോയിട്ടില്ല അമ്മ. അപ്പോ ബൈ L² വന്നു. ഇനി ഒരുപോലത്തെ ആൾക്കാർ വന്നാൽ നമ്മ എന്താ ചെയ്യേണ്ടത്, ഒരുപോലത്തെ ടി വന്നാൽ എന്താ ചെയ്യണം, അവരുടെ പവർ കൂട്ടി എഴുതണം. ഒരുപോലത്തെ ടി അല്ലേ, ടി വന്നു കഴിഞ്ഞാൽ അവരുടെ പവർ എന്താ ചെയ്യാ, കൂട്ടി എഴുതാം. അപ്പൊ ഇവിടെ പവർ കൂട്ടാനായിട്ട് ഇവിടെ -2 ആണ്, ഇവിടെ +2 ആണ്. അപ്പൊ -2 + 2 അപ്പൊ എത്ര ഉത്തരം വരാ, T⁻0 എന്നാണ് വരാട്ടാ. അപ്പൊ ഞാനത് ഇവിടെ എഴുതാണ്. ML ഒപ്പം എഴുതുന്നതിന്റെ ഒപ്പം ഞാൻ എന്ത് ചെയ്യാനുണ്ട്, L² മേലോട്ട് കൊണ്ടുപോകണം. അപ്പൊ L² മേലോട്ട് കൊണ്ടുപോകുമ്പോ അതിന്റെ പവർ എന്താവും, ഇവിടെ പ്ലസ് ആണെങ്കിൽ മേലോട്ട് പോകുമ്പോൾ അതിന്റെ പവർ അതിന്റെ ഓപ്പോസിറ്റ്, അതിന്റെ അർത്ഥം മൈനസ് ഇട്ടാ. അപ്പൊ MLT⁻2 ഇല്ല അല്ലെ, രണ്ടും ആഡ് ചെയ്തപ്പോ എന്തായി, 0 ആയി പോയില്ലേ. ഓക്കെ, MLT⁻0 × അടിയത്തെ സാധനം മേലേക്ക് പോകുമ്പോ എന്താ സംഭവിക്കുക അല്ലെ, L⁻². L² മേലോട്ട് പോകുമ്പോ എന്ത് സംഭവിക്കും, L⁻². ഓക്കെ അല്ലേ? അപ്പോ T⁻0 എന്ന് പറഞ്ഞാൽ എന്താ പറയാ, T⁻0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, T⁻0 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാല്യൂ ⁻0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ തൽക്കാലം X⁻0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എത്രയാണ്, 1 എന്നാണ്. അപ്പൊ T⁻0 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 1 എന്നാണ്. അപ്പൊ അതിന്റെ ആവശ്യം ഉണ്ടാ, ആവശ്യമില്ല. അപ്പൊ എന്താണ് വരാ, ML × 1 എന്നാണ്. അപ്പൊ എനിക്ക് എഴുതേണ്ട ആവശ്യം ഉണ്ടാ, ഇല്ല, L⁻². ഓക്കെ, ഒരുപോലത്തെ ആൾക്കാർ വന്ന് അവരെ പവർ എന്ത് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്, കൂട്ടി എഴുതുന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ L ഉണ്ട്, ഇവിടെ L ഉണ്ട്. അപ്പൊ അവരെ പവർ എന്ത് ചെയ്യണം, കൂട്ടി എഴുതണം. പവർ എന്ന് പറഞ്ഞാൽ മേലെയുള്ള ഇതിട്ടാ. അപ്പൊ ഇവിടെ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പവർ എത്രയായിരിക്കും, 1 എന്നായിരിക്കും അല്ലെ. 1 ഒന്നും ഒരു പവർ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം 1 ആണ്. അപ്പോ ഇനി 1ഉം അതുപോലെ തന്നെ -2 എന്ത് ചെയ്യണം, എനിക്ക് ആഡ് ചെയ്യണം അല്ലെ. അപ്പോ ഞാൻ ചെയ്യാൻ പോവാണ്, രണ്ടുപേരെ പവർ കൂട്ടാൻ പോവാണ്. 1 + -2 അല്ലെ, 1 + -2 ചെയ്യുമ്പോൾ എത്ര വരാ, -1. അപ്പൊ അതിന്റെ ഉത്തരം എത്രയാണ്, ML⁻⁻1. ഓക്കെ അല്ലേ? ഇതാണ് ആരുടെ ഡയമെൻഷൻ, കെയുടെ ഡയമെൻഷൻ. കെയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കാനെല്ലാം ഇത്രയും കഷ്ടപ്പാട് വെച്ച് ഈ ഇക്വേഷനിലൊക്കെ ചെയ്തു വന്നത്. ഓക്കെ, അപ്പൊ ചെയ്ത കാര്യം എന്തായിരുന്നു, ഒന്നുമില്ല, ഒരു കോൺസ്റ്റന്റിന് തരും, ഒരു ഇക്വേഷനിലാക്കും, ഇക്വേഷന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ പറയുകയും ചെയ്യും.
ഓക്കെ, ആ കോൺസ്റ്റന്റ് ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ പറയുകയും ചെയ്യും. അപ്പോൾ വലുതായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണ്? കണ്ടുപിടിക്കേണ്ടത് ആരെയാണോ അയാൾ എന്ത് ചെയ്യുക, ഒറ്റയ്ക്ക് നിർത്തുക. അതിനുശേഷം ചെയ്യേണ്ട കാര്യം എന്താണ്? ആ ഇക്വേഷനിൽ ഡയമെൻഷൻ കൊടുക്കുക. അല്ലെ, കണ്ടുപിടിക്കേണ്ട ആളെ ഞാൻ എന്ത് ചെയ്തു, ഒറ്റയ്ക്ക് നിർത്തി. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ആ ഇക്വേഷനിൽ ഡയമെൻഷൻ കൊടുത്തു. അത് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആരുടെ ഡയമെൻഷൻ കിട്ടും? കെയുടെ ഡയമെൻഷൻ കിട്ടും, അല്ലെങ്കിൽ ആ കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ കിട്ടും. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? ഇതുപോലെ ഒരു കൂടി ചെയ്താലോ? അതിനു മുമ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുമ്പ്, അല്ലെ, എന്താണ് ക്വസ്റ്റ്യൻ, അതിനു മുമ്പ് തന്നെ അവരെന്ത് ചെയ്തു, ഒരു കാര്യം പറഞ്ഞു. എന്താണ് ആ കാര്യം? ഡയമെൻഷണൽ ഫോർമുല ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻഡിക്കേറ്റ് ഹൗ മെനി ടൈം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഇൻവോൾവ്ഡ് ഇൻ ദ മെഷർമെന്റ് ഓഫ് ദി ക്വാണ്ടിറ്റി. എന്ന് വെച്ചാലേ, ഇപ്പോ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ് ഡയമെൻഷണൽ ഫോർമുല? എത്ര പ്രാവശ്യം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അതിന്റെ മെഷർമെന്റിൽ ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഡയമെൻഷണൽ ഫോർമുല. ഓക്കെ, അതാണ് അവർ ആദ്യം പറഞ്ഞ കാര്യം. എന്നിട്ട് അവർ ചോദിച്ച ചോദ്യം എന്താ നോക്കാം. നമുക്ക് അതല്ലേ ഇമ്പോർട്ടന്റ്. വാട്ട് ഈസ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി? വിസ്കോസിറ്റി കോഎഫിഷ്യന്റിന്റെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അതൊന്നാമത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ? റൈറ്റ് എനി ടു ഡ്രോബാക്സ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്. ഏതെങ്കിലും രണ്ട് ഡ്രോബാക്ക്. ഡയമെൻഷൻ അനാലിസിസിന് കുറെ ഡ്രോബാക്സ് ഉണ്ട്. 6 ഡ്രോബാക്സ് കാണുന്നുണ്ട്. അതില് 2 ഡ്രോബാക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആ ഡ്രോബാക്സ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും 3 കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാം. എക്സാമിന് മിക്കപ്പോഴും ചോദിക്കാറുണ്ട് ബി ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഇത് പഠിച്ചു വെക്കാം. 6 ഉണ്ട്. ഇതില് 3 പഠിച്ചു വെക്കാം. സ്ക്രീൻഷോട്ട് എടുക്കണവർ എടുത്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോ ഇനി ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയില്ലേ? ഡ്രോബാക്സ് ആണ് ഇവിടെ കിടക്കുന്നത് കേട്ടാ. ഇനി ഒന്നാമത്തെ ചോദ്യം വിസ്കോസിറ്റി കോഎഫിഷ്യന്റിനെ കണ്ടുപിടിക്കാനാണ്. അപ്പോ അതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് ഇസ് ഈക്വൽ ടു ഈറ്റ എ, അല്ലെങ്കിൽ വിസ്കോസിറ്റി ഏരിയ ഡി വി ബൈ ഡി എക്സ് എന്നാണ്. ഓക്കെ, അപ്പോ ഇതില് ഫോഴ്സിന്റെ ഡയമെൻഷൻ, എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ് അല്ലെ. അപ്പൊ ഫോഴ്സിന്റെ ഡയമെൻഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു MLT⁻² എന്നാണ്. എ എന്ന് പറഞ്ഞാൽ ഏരിയ ആണ് ട്ടാ. ഏരിയ എന്ന് പറഞ്ഞാല് ഏരിയ. ഡി വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി. ഓക്കെ, അവിടെ എഴുതി വെക്കാം. ഡി വി എന്ന് പറഞ്ഞാല് വെലോസിറ്റി, ഡി എക്സ് എന്ന് പറഞ്ഞാല് ഡിസ്പ്ലേസ്മെന്റ് ട്ടാ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ എഫ് ഫോഴ്സ്, ഇത് വിസ്കോസിറ്റി കോഎഫിഷ്യന്റ്, ഇത് എ, ഡി വി, ഡി എക്സ്. അത്രയും കിട്ടിയില്ലേ? ഇതിൽ കണ്ടുപിടിക്കേണ്ടത് ആരാ? ക്വസ്റ്റ്യൻ നോക്കിയേ. ആരാ കണ്ടുപിടിക്കുക? കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. അപ്പൊ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഇയാളെയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ കണ്ടുപിടിക്കേണ്ട ആളെ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ഒറ്റയ്ക്ക് നിർത്തണം. ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഇവിടെ ഇയാൾ ഒറ്റയ്ക്ക് നിർത്തുന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാരും ഞാൻ എന്ത് ചെയ്യണം? അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. അതല്ലേ ടാസ്ക്? അതല്ലേ. അപ്പോ കണ്ടുപിടിക്കേണ്ട ആ കോൺസ്റ്റന്റ് ആരാണോ അയാൾ എന്ത് ചെയ്യാ? ഒറ്റയ്ക്ക് നിർത്തുക. അതിനുശേഷം ബാക്കി എല്ലാരെയും അപ്പുറത്തോട്ട് കൊണ്ടുപോകും. അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞ കാര്യം. അപ്പൊ ഇനി അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോ ഒന്ന് നോക്കിക്കോ. അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ആദ്യം ഞാൻ എന്ത് ചെയ്യാണ്? ഡി എക്സിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോവാണ്. അപ്പൊ ഇവിടെ ഡിവിഷൻ ആർന്ന ഡി എക്സ് നോക്കിക്കോ, ശ്രദ്ധിച്ച് നോക്കിക്കോ. ഇവിടെ ഡിവിഷൻ ആർന്ന ഡി എക്സ് ഇപ്പുറത്തോട്ട് വരുമ്പോ എന്താവും മക്കളെ? എന്താവും? മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ ഡിവിഷൻ അല്ലേ ഡി എക്സ് കിടക്കുന്നത്. ആ ഡി എക്സ് അപ്പുറത്തോട്ട് വരുമ്പോ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. എഫ് ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു ഈറ്റ എ ഡി വി. ഇങ്ങനെയാണ് വരാം. ഓക്കെ, ഇനി ഈറ്റിനെ ഒറ്റയ്ക്ക് നിർത്തണം അല്ലെ, ഇയാളെ ഒറ്റയ്ക്ക് നിർത്തണം. അപ്പൊ അതിന്റെ അടുത്ത് എന്താണ്? എനെയും ഡി വിനെയും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോ ഇവരെ കൊണ്ടുവരുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവര് ഇക്വൽറ്റിന്റെ ഇപ്പുറത്ത് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇക്വൽറ്റിന്റെ അപ്പുറത്ത് മൾട്ടിപ്ലിക്കേഷൻ. അവർ ഇപ്പുറത്തോട്ട് വരുമ്പോ എന്താവും മക്കളെ? അപ്പോ ഡിവിഷൻ. അപ്പൊ ഇവർ രണ്ടുപേരെ വേണമെങ്കിൽ ഒരാൾ വെച്ച് കൊണ്ടുവരാൻ, വേണമെങ്കിൽ എന്ത് ചെയ്യാണ്? സ്റ്റെപ്പ് സിമ്പിൾ ആക്കാൻ വേണ്ടി രണ്ടുപേരെയും ഒരുമിച്ച് കൊണ്ടുവരാണ്. അപ്പോ എഫ് ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു എ ഡി വി. ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെ അല്ലേ? ഇസിക്കൽ ടു ഈറ്റ. അപ്പൊ അയാൾ ഒറ്റയ്ക്കായി. നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ക്ലിയർ ആയി. എന്താണ്? അയാൾ ഒറ്റയ്ക്ക് നിർത്തലാണ്. ഒറ്റയ്ക്ക് നിർത്തിയില്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? അവിടുത്തെ ഡയമെൻഷൻ കൊടുക്കണം അല്ലെ. ഒറ്റയ്ക്ക് നിർത്താ, ഡയമെൻഷൻ കൊടുക്കുക. വേറെ ഒന്നും ചെയ്യണ്ട. ഒറ്റയ്ക്ക് നിർത്താ, ഡയമെൻഷൻ കൊടുക്കുക. അപ്പൊ ഡയമെൻഷൻ കൊടുക്കുമ്പോ ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താ വരാ? ഫോഴ്സിന്റെ ഡയമെൻഷൻ MLT⁻². ഇതാണ് ഫോഴ്സിന്റെ കേട്ടോ. അപ്പൊ ഫോഴ്സിന്റെ എഴുതി. ഇനി അടുത്തത് എഴുതേണ്ട ആരെയാണ് ഞാൻ?
ഫോഴ്സിന്റെ എഴുതി കഴിഞ്ഞാൽ ഇനി എഴുതുന്നതാണ് ഡിസ്പ്ലേസ്മെന്റ്. ഡി എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് ഡയമെൻഷൻ എന്താ മക്കളെ? എൽ ട്ടാ. അപ്പൊ ഞാൻ മേലത്തെ രണ്ടാൾക്കാരെ എഴുതി. ഇനി അടിയത്തത് എ ഡി വി. എ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഏരിയ. എ എന്ന് പറഞ്ഞാല് ഏരിയ, ഡി വി എന്ന് പറഞ്ഞാൽ നോക്കി വെലോസിറ്റി ട്ടാ. അപ്പൊ ഏരിയയുടെ ഡയമെൻഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ഏരിയ ഡയമെൻഷൻ? ഏരിയ ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ. ഏരിയ ഡയമെൻഷൻ എൽ സ്ക്വയർ ആണ്. അതുപോലെ തന്നെ വെലോസിറ്റി അല്ലെ, വെലോസിറ്റി ഡയമെൻഷൻ എന്താ പറയുക? എൽ ടി റേസ് ടു -1 ആണ്. അപ്പോ കുറച്ച് ആൾക്കാരുടെ ഡയമെൻഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ആരൊക്കെയാണ്? ഫോഴ്സ്, അതുപോലെ തന്നെ വെലോസിറ്റി, അതുപോലെ ഏരിയ, വോളിയം, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട്. വളരെ വലുതിലോട്ട് പോകണമെങ്കിൽ കുറച്ച് ആളുടെ ഒരു 10 പേരൊക്കെ എന്ത് ചെയ്യുക? ബേസിക് ആയിട്ട് പഠിച്ചു വെക്കുക. അതെന്തായാലും ഇതുപോലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ആവശ്യം വരും. അപ്പൊ എന്തായാലും പഠിച്ചു വെക്കാം കേട്ടോ. അപ്പോ നമുക്ക് ഇത്രയും കിട്ടി. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരുടെ ഡയമെൻഷൻ കിട്ടും? ഈറ്റയുടെ ഡയമെൻഷൻ കിട്ടും. അത്രയും ഓക്കെ അല്ലേ? ഇനി ആദ്യം ഞാൻ അടിയത്തെ സോൾവ് ചെയ്തിട്ട് ഇത് മൊത്തം മേലോട്ട് കൊണ്ടുപോകുമ്പോഴാണ്. അപ്പൊ അടിയത്തെ സോൾവ് ചെയ്യാനായിട്ട് അടിയിൽ ഒരുപോലത്തെ ആൾക്കാരുണ്ട്. എല്ലും ഉണ്ട്, ഒരുപോലത്തെ എല്ലുകളുണ്ട്. അപ്പൊ ഒരുപോലത്തെ ആൾക്കാർ വന്നാൽ ഞാൻ എന്ത് ചെയ്യണമെന്നാണ്? അവരെ പവർ കൂട്ടി എഴുതണം അല്ലെ? അപ്പൊ അവരെ പവർ കൂട്ടി എഴുതുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഇയാൾക്ക് പവർ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം 1 എന്നാണ് അല്ലെ? ഒരു പവർ ഇല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എത്രയാണ്? 1 എന്നാണ്. അപ്പൊ 2 ഉണ്ട്, 1 ഉണ്ട്. അപ്പൊ ഒരുപോലത്തെ ആൾക്കാർ വന്നാൽ അവരെ പവർ കൂട്ടി എഴുതണം. അപ്പൊ 2 + 1 = എത്രയാ വരാ? 3 എന്നാണ് വരാ. അപ്പോ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുമ്പോ ml t⁻² L by, നോക്കിയേ ഇവിടെ രണ്ടിനും ഒരുമിച്ചായില്ലേ? L⁻³ t⁻−1. ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെ അല്ലേ? ഇനി ഇവരെന്ത് ചെയ്യാം? എനിക്ക് മേലോട്ട് കൊണ്ടുപോവാം. അപ്പൊ ആദ്യം ഞാൻ ടീനെ മേലോട്ട് കൊണ്ടുപോകും. അതിനുശേഷം എന്ത് ചെയ്യും? അതിനുശേഷം എന്താ ചെയ്യാ? അതിനുശേഷം L³ മേലോട്ട് കൊണ്ടുപോകും. അപ്പോ ഇങ്ങനെ മേലോട്ട് കൊണ്ടുപോകുമ്പോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, മേലോട്ട് കൊണ്ടുപോകുമ്പോ ഇതിന്റെ പവർ എന്താവും? അതിന്റെ ഓപ്പോസിറ്റ് ആവും എന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ t⁻−1 അതിന്റെ ഓപ്പോസിറ്റ് പവർ എന്തായിരിക്കും? t⁻1 ആവും. അപ്പോ അതാണ് ആ സ്റ്റെപ്പാണ് ഞാൻ ചെയ്യാൻ പോണത്. -2 L, ഇത് മേലോട്ട് പോകുമ്പോ എന്തായിരിക്കും? പവർ അതിന്റെ ഓപ്പോസിറ്റ് ആവും. അവിടെ -1 ആണ്, മേലോട്ട് വന്നപ്പോ അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോ +1. ഓക്കെ. ഇനി L³ മേലോട്ട് പോകുമ്പോ എന്താവും മക്കളെ? L⁻³ ആവൂലേ? അതിന്റെ പവർ +3 ആയിരുന്നു, അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോ -3. ഇനി ചെയ്യേണ്ട കാര്യം എന്താണ്? ഒരുപോലത്തെ ആൾക്കാർ വന്ന് അവരുടെ പവർ എന്താ ചെയ്യേണ്ടത്? കൂട്ടി എഴുതണം. അപ്പൊ ഒരുപോലത്തെ ആരൊക്കെ ഉണ്ടെന്ന് നോക്കിയേ, L 3 L ഉണ്ട് അല്ലെ? അപ്പൊ 3 Lന്റെ പവർ എന്ത് ചെയ്യണം? നമ്മ കൂട്ടി എഴുതണം. അപ്പോ ഇവിടെ പവർ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എത്രയാണ്? 1 എന്നാണ്. ഇവിടെ പവർ ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എത്രയാണ്? 1 എന്നാണ്. അപ്പോ ഇവരെ 3 പേരെയും കൂട്ടി എഴുതണം. 1 + 1 + -3 എത്രയാണ് വരാ? -1. അപ്പോ -1 കിട്ടിയല്ലേ? mL⁻⁻1. ഇനി ഒരുപോലത്തെ ടി ഇല്ലേ നോക്കിയേ, ഒരുപോലത്തെ ടി ഉണ്ട്. അപ്പൊ ഈ ഒരുപോലത്തെ ടി വന്നാൽ എന്ത് ചെയ്യണം? അവരെ പവറും കൂട്ടി എഴുതണം. അപ്പൊ പവർ കൂട്ടി എഴുതാൻ പോവാണ്. -2 പ്ലസ് അല്ലെ, ഇവിടെ എത്രയാണ്? -2 ആണ് പവർ, ഇവിടെ 1 ആണ്. -2 + 1 = -1. അപ്പൊ mL⁻⁻1 t⁻⁻1. ഇതാണ് ആരുടെ ഡയമെൻഷൻ? വിസ്കോസിറ്റി കോഎഫിഷ്യന്റിന്റെ ഡയമെൻഷൻ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പൊ ചെയ്ത സ്റ്റെപ്പ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്? കണ്ടുപിടിക്കേണ്ട ആളെ ഒറ്റയ്ക്ക് നിർത്തുക, അതിനുശേഷം എന്ത് ചെയ്യണം? ഡയമെൻഷൻ കൊടുക്കുക. അത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? സിമ്പിൾ ആയിട്ട് ഡയമെൻഷൻ കിട്ടും. കുറച്ച് ആൾക്കാരുടെ ഡയമെൻഷൻ എന്ത് ചെയ്യാ? നേരത്തെ പഠിച്ചു വെക്കാം കേട്ടാ. ഓക്കെ. ഇനി അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ 50% ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ് മക്കളെ? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ട്ടാ. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റിയിൽ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പറയുന്ന കാര്യം, ഒരു ഇക്വേഷൻ ഇപ്പോ തൽക്കാലം നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ x + y = z. ഇതാണ് ഇക്വേഷൻ. x + y = z. ഇതിൽ എത്ര ടേംസ് ഉണ്ട്? 1, 2, 3. എത്ര ടേം ഉണ്ട് മക്കളെ? ഒരു ഇക്വേഷനിൽ 3 ടേം ആണുള്ളത്. ഓക്കെ, 3 ടേം ആണുള്ളത്.
എക്സ് വൈ സെഡ് ഒരു ഇക്വേഷനിൽ 3 ടേം ഉണ്ട്. അപ്പൊ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പറയുന്ന കാര്യം ഒരു ഇക്വേഷൻ ഫിസിക്സിലെ ഒരു ഇക്വേഷൻ കറക്റ്റ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം 3 ടേമിന്റെ ഡയമെൻഷൻ എന്തായിരിക്കണം മക്കളെ സെയിം ആയിരിക്കണം. ഒരു ഇക്വേഷനിൽ എത്ര ടേം ഉണ്ടോ അത്രയും ടേമിന്റെ ഡയമെൻഷനും സെയിം ആയിരിക്കണം. എന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ ഇക്വേഷൻ കറക്റ്റ് ആവുള്ളൂ. ഇക്വേഷൻ കറക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ അതിൽ എത്ര ആൾക്കാരുണ്ടോ എത്ര ടേംസ് ഉണ്ടോ അത്രയും ടേംസിന്റെ ഡയമെൻഷൻ എന്തായിരിക്കണം സെയിം ആയിരിക്കണം. അപ്പൊ എക്സ് വൈ സെഡ് അപ്പൊ അവരുടെ ഡയമെൻഷൻ മൊത്തം എന്തായിരിക്കണം സെയിം ആയിരിക്കണം. അപ്പൊ ഡയമെൻഷൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വൈ അല്ലെ എല്ലാവരും സെയിം ആയിരിക്കണ്ടേ. ഇനി വൈയുടെ ഡയമെൻഷൻ ആരോട് ഈക്വൽ ആയിരിക്കും സെഡിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ അല്ലേ. അപ്പോ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട് അല്ലെങ്കിൽ അതിന്റെ ഇക്വേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ആ ഇക്വേഷനിൽ ഓക്കെ ആ ഇക്വേഷനിൽ എത്ര ടേംസ് ഉണ്ടോ അത്രയും ടേമിന്റെ ഡയമെൻഷനും സെയിം ആയിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. നോക്കി ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് എന്താണ് സ്റ്റേറ്റ് ചെയ്യണത് ഫോർ ആൻ ഇക്വേഷൻ ടു ബി കറക്റ്റ് ഒരു ഇക്വേഷൻ കറക്റ്റ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ദ ഡയമെൻഷൻ ഓഫ് ഈച്ച് ടേംസ് അല്ലെ എല്ലാ ടേംസിന്റെ ഡയമെൻഷൻ ഓഫ് ഈച്ച് ടേം ഓൺ ബോത്ത് സൈഡ് ഓഫ് ദി ഇക്വേഷൻ ഇക്വേഷന്റെ രണ്ട് സൈഡും അല്ലെ ഇപ്പൊ ഇക്വേഷന് ഈ സൈഡ് ഉണ്ട് ഈ സൈഡ് ഉണ്ട്. അപ്പൊ ഇക്വേഷന്റെ രണ്ട് സൈഡും എന്തായിരിക്കണം സെയിം ആയിരിക്കണം. എന്ത് രണ്ട് സൈഡിലെ ഡയമെൻഷനും സെയിം ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രം എന്തായിരിക്കുള്ളൂ ഒരു ഇക്വേഷൻ കറക്റ്റ് ആയിരിക്കുള്ളൂ. ദ ഡയമെൻഷൻ ഓഫ് ഈച്ച് ടേം ഓൺ ബോത്ത് സൈഡ് ഓഫ് ദി ഇക്വേഷൻ മസ്റ്റ് ബി സെയിം. ഇനി അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റിക്ക് വേറൊരു ഡെഫിനിഷനും കൂടിയുണ്ട്. അതാണെന്ത് the magnitude of physical quantity may be added or subtracted only if they have the same dimension. എന്ന് വെച്ചാൽ ഒന്നുമില്ല ഇത്രയേ ഉള്ളൂ രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആഡ് ചെയ്യണം. ഓക്കെ ഇവിടെ എക്സും വൈ എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓക്കെ ശ്രദ്ധിച്ച് കേൾക്കാം ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരെ രണ്ടുപേരെ ഡയമെൻഷൻ എന്തായിരിക്കണം സെയിം ആയിരിക്കണം. അപ്പൊ രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആഡ് ചെയ്യണം അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരുടെ ഡയമെൻഷൻ എന്തായിരിക്കണം സെയിം ആയിരിക്കണം. ഇതാണ് ഇവിടെ പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പറയുന്ന കാര്യം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെഫിനിഷൻ പഠിച്ചു വെക്കാം. ഇത് പഠിക്കാൻ സിമ്പിൾ ആയിട്ടുള്ള ഇത് പഠിക്കുക അത് പഠിക്കാൻ സിമ്പിൾ ആയിട്ടുള്ളവർ അത് പഠിക്കുക. ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി അത് എഴുതി വെക്കുക കേട്ടോ. ഇടയ്ക്ക് സ്റ്റേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോ പറഞ്ഞ കാര്യം എന്താണ് ഒരു ഇക്വേഷനിൽ എല്ലാ ടേംസിന്റെ ഡയമെൻഷൻ സെയിം ആയിരിക്കും. രണ്ട് പേരെ ആഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ഡയമെൻഷൻ എന്തായിരിക്കും സെയിം ആയിരിക്കും. ഓക്കെ ഓക്കെ ഞാൻ പറഞ്ഞു ഒരു ഇക്വേഷൻ കറക്റ്റ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാ ടേംസിന്റെ ഡയമെൻഷൻ എന്തായിരിക്കണം സെയിം ആയിരിക്കണം. അപ്പൊ നമ്മുടെ അടുത്ത് പറയുന്ന കാര്യം ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ. ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലേന്ന് നമ്മുടെ അടുത്ത് ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ സിമ്പിൾ ആണ് വെറുതെ ചെക്ക് ചെയ്താൽ മതി. വേർ എ ഈസ് ദ ഏരിയ ഇതിൽ ഓരോന്നവരെന്താന്നുണ്ട് എ ഏരിയ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ യു സ്പീഡ് ആണ്. അതുപോലെ തന്നെ ടി ടൈം ആണ്. കെ ഡയമെൻഷൻ കോൺസ്റ്റന്റ് ആണ്. വി വോളിയം. ഓക്കെ ഈ കേസിലുള്ള എല്ലാവരും അവർ തന്നിട്ടുണ്ട്. എന്നിട്ട് അവർ പറയാണ് എന്ത് ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യണം. സിമ്പിൾ അല്ലേ ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലേന്ന് എങ്ങനെയാ ചെക്ക് ചെയ്യുക ഞാൻ പറഞ്ഞു ഇക്വേഷൻ കറക്റ്റ് ആയിരിക്കുന്നുണ്ട് അതിലുള്ള എല്ലാ ടേംസിന്റെ ഡയമെൻഷൻ എന്തായിരിക്കണം സെയിം ആയിരിക്കണം അല്ലെ. ടേംസ് എങ്ങനെയാ മനസ്സിലാക്കുക ഒരു ഇക്വേഷനിലെ ടേംസ് എങ്ങനെയാ മനസ്സിലാക്കുക ടേംസിനെ വേർതിരിക്കുന്ന ആൾക്കാർ ആരാണ് പ്ലസ് മൈനസ് ഈക്വൽ ടു ഈ മൂന്ന് ചിഹ്നങ്ങൾ വരുമ്പോഴാണ് എന്ത് ചെയ്യാ ഇക്വേഷനിൽ ടേംസ് വേർതിരിഞ്ഞു പോവാ. അപ്പോ ഇവിടെ വി കഴിഞ്ഞിട്ട് ഈക്വൽ ടു വന്നു. അപ്പൊ ഈക്വൽ ടു അല്ലെ ഏതൊക്കെ ചിഹ്നമാണ് ഞാൻ പറഞ്ഞത് ഈക്വൽ ടു പ്ലസ് മൈനസ്. അപ്പൊ ഈ ചിഹ്നങ്ങൾ വരുമ്പോ എന്താവും ടേം വേറെയോ. അപ്പൊ ഇതൊരു ടേം വേറെ പ്ലസ് മൈനസ് അങ്ങനത്തെ ഒന്നും വന്നിട്ടില്ലല്ലോ. ഈക്വൽ ടു വന്നിട്ടുള്ളൂ പിന്നെ പ്ലസും മൈനസ് ഒന്നും വന്നിട്ടില്ല. ഓക്കെ അവര് വന്നാൽ മാത്രം എന്താവുള്ളൂ വേറെ ടൈം ആയിട്ട് ഇതാവുള്ളൂ. വേറെ ഇക്വേഷൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം വേണേ എക്സാമ്പിൾ ആയിട്ട് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇതിൽ എത്ര ടൈം ഉണ്ട് മക്കളെ 3 ടൈം ഉണ്ട് അല്ലെ. കാരണം നോക്കി എസ് കഴിഞ്ഞിട്ട് ഈക്വൽ ടു വന്നു. അപ്പൊ ഇവർ രണ്ടുപേരും വേറെ ടൈം ആയിട്ട് വേർതിരിഞ്ഞു അല്ലെ. അപ്പൊ ഇതൊരു ടൈം ഇനി അത് കഴിഞ്ഞിട്ട് യു കഴിഞ്ഞിട്ട് പറഞ്ഞ എന്താ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇതിന്റെ നടുക്ക് വരുന്ന ചിഹ്നം ഇൻഡു. അപ്പൊ അവര് വേറെ ടൈം ആവോ ഇല്ല വേറെ ടൈം ആവണല്ലേ വേർതിരിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ചിഹ്നം വരണം ഈക്വൽ ടു പ്ലസ് മൈനസ്. ഓക്കെ ഇനി ടി കഴിഞ്ഞിട്ട് വന്നു അല്ലെ പ്ലസ് വന്നു. അപ്പൊ ഇവരെന്താണ് മൂന്നാമത്തെ ടൈം വേറെ ടൈമായി വേർതിരിഞ്ഞില്ലേ. അത് കഴിഞ്ഞ് മൊത്തം മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ വേറെ ടൈം ആവോ ഇല്ല. ഇങ്ങനെയാണ് ഈ കേസിലെ ടേംസ് തീരുമാനിക്കുക കേട്ടാ. അപ്പൊ ഈ കേസിൽ എത്ര ടൈം ഉണ്ട് 2 ടൈം 1
2. അപ്പൊ ഈ രണ്ട് ടേമിന്റെ ഡയമെൻഷൻ എന്തായാൽ മതി? സെയിം ആയാൽ മതി. അങ്ങനെ സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. അതിന്റെ അങ്ങനെ പറയാൻ പറ്റും നമുക്ക് എവിടെന്നാ? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി അല്ലെ. തൊട്ട് മുൻപ് നമ്മൾ പഠിച്ചു എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. അതിലെന്താണ് അവർ പറഞ്ഞത്? എന്താണ്? ഒരു ഇക്വേഷൻ കറക്റ്റ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാത്തിന്റെ ഡയമെൻഷൻ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഓക്കെ, നമുക്ക് ചുമ്മാ കറക്റ്റ് ആണോ ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? ചുമ്മാ രണ്ടുപേരെ ഡയമെൻഷൻ എടുത്ത് നോക്കുക, കറക്റ്റ് ആണോ നോക്കുക. കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് അല്ല എന്ന് എഴുതി വെക്കുക, കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആണെന്ന് എഴുതി വെക്കുക. അത്രേ ഉള്ളൂ കേട്ടാ. അപ്പോ v is equal to ka² ut. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി ഇതില് v എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വോളിയം അല്ലെ. വോളിയത്തിന്റെ ഡയമെൻഷൻ നമുക്കറിയാം. എന്താണ് വോളിയത്തിന്റെ ഡയമെൻഷൻ? വോളിയത്തിന്റെ ഡയമെൻഷൻ L³ ആണ്. അപ്പോ വോളിയത്തിന്റെ ഡയമെൻഷൻ L³. ഡയമെൻഷൻ ഓഫ് വോളിയം ഇസ് ഈക്വൽ ടു L³. അപ്പൊ ഫസ്റ്റത്തെ ടേമിന്റെ കിട്ടി L³ ആണെന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ ടേമിന്റെ കണ്ടുപിടിച്ചിട്ട് ഇത് രണ്ടും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഇത് രണ്ട് സെയിം ആണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ കറക്റ്റ് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കില്ല. അത്രേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ ടേമിന്റെ ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. ka² ut. ഇതിന്റെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഇതിന്റെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? മൊത്തം ഡയമെൻഷൻ എഴുതിയിട്ട് മൊത്തം കൂട്ടിയാൽ മതി. സിമ്പിൾ ആണ്. അപ്പൊ കെയുടെ ഡയമെൻഷൻ എന്തായിരിക്കും? കെ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമ്പർ. നമ്പറിന്റെ ഡയമെൻഷൻ ഉണ്ടാ? ഇല്ല. നമ്പറിന് ഒരിക്കലും, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ഒരിക്കലും എന്തുണ്ടില്ല? ഡയമെൻഷൻ ഇല്ല. അപ്പൊ കോൺസ്റ്റന്റ് കെയുടെ കാര്യം വിട്ടോ. കെക്ക് എന്തില്ല? ഡയമെൻഷൻ ഇല്ല. അപ്പൊ കെയുടെ കാര്യം ഞാൻ ഒഴിവാക്കി. ഓക്കെ, കെ എടുത്തു, അതിന്റെ ഡയമെൻഷൻ ഇല്ല. എ എന്ന് പറഞ്ഞാൽ ഒരു ഏരിയ എന്ന് പറഞ്ഞു. ഏരിയയുടെ ഡയമെൻഷൻ L². ഓക്കെ, ഏരിയ ഡയമെൻഷൻ L². എക്ക് സ്ക്വയർ ഉള്ളതുകൊണ്ടല്ലേ ഏരിയയുടെ ഡയമെൻഷൻ ആണ് L². എക്ക് സ്ക്വയറില് അപ്പൊ അതും ഞാൻ കൊടുത്തു. ഓക്കെ അല്ലേ? അപ്പൊ എയുടെ കാര്യം തീരുമാനിക്കും. ഇനി അടുത്തത് യു. യു എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് ആണ് അല്ലെ. സ്പീഡിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത്? സ്പീഡിന്റെ നേരത്തെ പറഞ്ഞ LT⁻⁻1 ആണ്. അപ്പൊ അതും കൊടുത്ത് LT⁻⁻1. ഓക്കെ, ടി എന്ന് പറഞ്ഞാൽ അവർ തന്നെ പറഞ്ഞാൽ എന്താണ്? ടി എന്ന് പറഞ്ഞാല് ടൈം ആണ്. അപ്പൊ ടൈമിന്റെ ഡയമെൻഷൻ കൊടുത്തു. ഓക്കെ, അപ്പോ ചെയ്ത കാര്യം എന്താണ്? കെയുടെ ഡയമെൻഷൻ കൊടുത്തു ഇല്ലേ? കെക്ക് ഡയമെൻഷൻ ഉണ്ടാ? ഇല്ല, കെക്ക് ഡയമെൻഷൻ ഇല്ല. എയുടെ ഡയമെൻഷൻ കൊടുത്തു. എന്താണ് എയുടെ ഡയമെൻഷൻ? എയുടെ L² ആണ്. അപ്പൊ L²ന്റെ L²⁻². ഇനി യുടെ ഡയമെൻഷൻ കൊടുത്തു. എന്താണ് യുടെ ഡയമെൻഷൻ? LT⁻⁻1. അത് കഴിഞ്ഞ് ടി ടൈം ആണ്. ടൈമിന്റെ ഡയമെൻഷൻ ടി തന്നെയാണ്, ക്യാപിറ്റൽ ടി ട്ടാ. ഇനി ഇത് കൂട്ടിയാ പോരെ? അതിനു മുമ്പ് ഈ 2ന് എന്ത് ചെയ്യണം? ബ്രാക്കറ്റിന്റെ ഉള്ളിലോട്ട് കൊടുക്കണം. ബ്രാക്കറ്റിന്റെ ഉള്ളിലോട്ട് കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ ചെയ്തു എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലെ. അപ്പൊ L⁴ LT⁻⁻1 T⁻1. ഇതാണ് സംഭവം. ഓക്കെ, ഇനി ഒരുപോലത്തെ ആൾക്കാർ വന്നാൽ എന്ത് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്? എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? കൂട്ടണം അല്ലെ. അപ്പൊ ഇവിടെ ഒരുപോലത്തെ 2 L ഇല്ലേ? ഒരുപോലത്തെ 2 L ഉണ്ട്. അപ്പൊ 4+1 അവരെ പവർ കൂട്ടിയതെന്നല്ലേ പറഞ്ഞത്. അപ്പൊ L⁴ ഉണ്ട്, അതുപോലെ തന്നെ ഇൻറ്റു L⁻1 ഉണ്ട്. അപ്പൊ 4+1 വരുമ്പോ എത്ര വരും? L⁵5. L⁵5. ഇനി ഒരുപോലത്തെ ടി ഉണ്ടല്ലോ, ആ ടി ഒന്ന് നോക്കിയേ. T⁻⁻1 T⁻+1. ഇപ്പൊ T⁻⁻1 ഇൻറ്റു T⁻1. ഇത് രണ്ടുപേരും പവർ കൂട്ടിയാൽ മതി. -1+1 കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0 ട്ടാ. അപ്പൊ T⁻0 എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? ഞാൻ പറഞ്ഞു നേരത്തെ ഒരു സാധനം ⁻0 എന്ന് പറഞ്ഞ അതിന്റെ ഉത്തരം എത്രയാണ്? 1 ആണ്. അപ്പൊ ഇൻറ്റു 1 അല്ലെ. L⁵5 ഇൻറ്റു T⁻0 എന്നാണ് വരാം. T⁻0 എന്ന് പറഞ്ഞാൽ ഇൻറ്റു 1. അത് ഞാൻ എഴുതേണ്ട ആവശ്യം ഉണ്ടാവും? ഇല്ല, എഴുതണ്ട. അപ്പൊ L⁵5 തന്നെയാണ് ഉത്തരം. ഓക്കെ അല്ലേ? അപ്പോ ഈ ഇക്വേഷന്റെ ഇവിടെ നമുക്ക് കിട്ടിയ എന്താണ്? L⁵3. ഇവിടെ കിട്ടിയത് L⁵5. ഓക്കെ, ഈ ഇക്വേഷന്റെ ഇവിടെ കിട്ടിയത് എന്താണ്? L⁵3. ഇവിടെ കിട്ടിയത് L⁵5. ഒന്ന് നോക്കി, വിയുടെ കിട്ടിയത് L⁵3, മറ്റേത് കിട്ടിയത് എത്രയാണ്? L⁵5 ആണ്. അപ്പോ ഞാൻ ചോദിക്കുന്ന കാര്യം, ഈ ഇക്വേഷനിൽ 2 ടേമാണുള്ളത്. ഒന്ന് വിയും പിന്നെ ka² ut. ഇത് ഈ 2 ടേമാണുള്ളത്. അപ്പൊ ഈ 2 ടേമിന്റെ ഡയമെൻഷൻ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. പക്ഷെ ഇവിടെ 5ഉം ഇവിടെ 3ഉം ആണ് അല്ലെ. അവിടെ 5ഉം ഇവിടെ 3ഉം ആണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇക്വേഷൻ കറക്റ്റ് ആയിരിക്കുമോ? ഇല്ല. നമ്മുടെ അടുത്ത് കുറച്ച് നേരത്തെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജെനിറ്റിയിൽ നമ്മൾ പഠിച്ച കാര്യം എന്താണ്? ഇക്വേഷൻ കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ആ ഇക്വേഷനിലുള്ള എല്ലാ ടേംസിന്റെ ഡയമെൻഷനും സെയിം ആയിരിക്കണം.
അല്ലെ? അപ്പൊ ഇവിടെ എല്ലാ ടൈപ്സിന്റെ ഡയമെൻഷൻ സെയിം ആണോ? അല്ല, ഇവിടെ L3, ഇവിടെ L5. അപ്പൊ എന്താണ്? ഇക്വേഷൻ തെറ്റാണ്. ഇക്വേഷൻ എന്താണ് മക്കളെ? തെറ്റാണ് ട്ടാ. ഓക്കെ, അപ്പൊ അത് എഴുതി വെക്കണം. ബൈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ദ ഇക്വേഷൻ ഈസ് റോങ് എഴുതി വെക്കണം ട്ടാ. പിന്നെ അതുപോലെ തന്നെ ബി ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. നെയിം ദ പ്രിൻസിപ്പൽ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ചെക്ക് ദ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ. സിമ്പിൾ ആണ്. നമ്മൾ ചോദിച്ചതാണ് ഡയമെൻഷനിൽ ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? നമുക്കറിയാലോ ഏതാണ് ആ പ്രിൻസിപ്പിൾ? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. സിമ്പിൾ അല്ലേ? അപ്പോ ഇത് 5ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് മക്കളെ. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോ നമ്പർ ഇട്ടയിൽ തെറ്റിയതാണ് ട്ടാ. അപ്പൊ 4ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതാ. എന്താണ് 4ാമത്തെ ക്വസ്റ്റ്യൻ? ദ വാൻഡർ വാൾസ് ഇക്വേഷൻ ഓഫ് n mole of real gas അല്ലെ? റിയൽ ഗ്യാസിന്റെ ഒരു ഇക്വേഷൻ തന്നിട്ട് എന്താണ്? P plus A by V square into V minus B is equal to nRT. ഇതാണ് അവർ തന്ന ഇക്വേഷൻ. എന്നിട്ട് where P is the pressure. P എന്താന്ന് പറഞ്ഞു? പ്രഷർ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ P പ്രഷർ ആണ്, അതുപോലെ തന്നെ V വോളിയം ആണ്, T ടെമ്പറേച്ചർ ആണ്, R മോളാർ ഗ്യാസ് കോൺസ്റ്റന്റ്, AB വാൻഡർ വാൾസ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഇതാണ് അവർ പറഞ്ഞ കാര്യം. ഒരു ഇക്വേഷൻ തന്നു, ഇത്ര ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു, അതിൽ ഓരോ ആൾക്കാരും എന്തൊക്കെയാണെന്നുള്ള പറഞ്ഞു. ഇനി എന്നിട്ട് അവർ ചോദിച്ച കാര്യം എന്താണ്? ഫൈൻഡ് ദി അല്ലെ? ഫൈൻഡ് ചെയ്യാനാണ് പറയുന്നത് ഡയമെൻഷണൽ ഫോർമുല ഓഫ് എ ആൻഡ് ബി. അതായത് ഈ എയുടെയും ബിയുടെയും ഡയമെൻഷണൽ ഫോർമുല എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. പക്ഷെ നമുക്ക് ഇവിടെ ആകെ 2 പേരെ ഡയമെൻഷൻ മാത്രമേ അറിയുള്ളൂ. ആരൊക്കെയാണ്? പ്രഷറിന്റെയും വോളിയത്തിന്റെയും ഡയമെൻഷൻ മാത്രമല്ലേ അറിയുള്ളൂ. ടെമ്പറേച്ചറിന്റെ അറിയോ? ഇല്ല. അപ്പൊ ആ ഒരു സാധനം വെച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മ കണ്ടുപിടിക്കണം. ഓക്കെ, സിമ്പിൾ ആണ്. വലുതായിട്ട് ആലോചിക്കാവുന്നില്ല. ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്യാം? ആദ്യം തന്നെ എടുത്ത് എഴുതാം. P plus A by V square into V minus B is equal to nRT. അപ്പോ കുറച്ച് നേരത്തെ ഞാൻ പറഞ്ഞു എന്ത്? ഒരു ഇക്വേഷനില് അല്ലെങ്കിൽ ഒരു കറക്റ്റായ ഇക്വേഷനിൽ 2 പേരെ ആഡ് ചെയ്യണം അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഓക്കെ, 2 പേരെ ആഡ് ചെയ്യണം അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരുടെ ഡയമെൻഷൻ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പൊ ആ ഒരു ക്ലൂ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇത് ചെയ്യേണ്ടത്. നോക്കി, ഇവിടെ പിനെയും A by V സ്ക്വയറിന് എന്ത് ചെയ്യണം? ആഡ് ചെയ്യുന്നുണ്ട്. അവർ ഇക്വേഷനിൽ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം അവരുടെ ഡയമെൻഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ പിയുടെ ഡയമെൻഷനും A by V സ്ക്വയറും എന്താണ്? ആഡ് ചെയ്യണുള്ളത് കൊണ്ട് അവരുടെ ഡയമെൻഷൻ എന്തായിരിക്കും മക്കളെ? സെയിം ആയിരിക്കും. അപ്പൊ ഡയമെൻഷൻ ഓഫ് P is equal to A by V സ്ക്വയർ. ഓക്കെ ആണല്ലോ? ഇത്രയും ഓക്കെ അല്ലേ? അവരെ ആഡ് ചെയ്യുന്നോണ്ടാണ് എങ്ങനെ ചെയ്തത്? ഇതിൽ ആരെയാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്? എനെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ P is equal to A by V സ്ക്വയർ നമ്മൾ നേരത്തെ ചെയ്തു. കണ്ടുപിടിക്കേണ്ട ആൾ എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും ഒറ്റയ്ക്ക് നിർത്താൻ, ബാക്കിയുള്ള എല്ലാരെയും അപ്പുറത്തോട്ട് കൊണ്ടുപോവാം. ഓക്കെ അല്ലേ? കണ്ടുപിടിക്കുന്ന ആളെ ഒറ്റയ്ക്ക് നിർത്താൻ, ബാക്കിയുള്ള എല്ലാവരും അപ്പുറത്തോട്ട് കൊണ്ടുപോവാം. ഇപ്പൊ കണ്ടുപിടിക്കുന്ന ആൾ ഒഴിച്ച് ഇവിടെ ആകുള്ളത് V സ്ക്വയർ ആണ്. അപ്പൊ V സ്ക്വയറിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? ഇവിടെ ഡിവിഷൻ ആർന്ന V സ്ക്വയർ തൊട്ടപ്പുറത്തോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഈക്വൽ ടുവിന്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും മക്കളെ? ഇവിടേക്ക് പോകുമ്പോൾ എന്താവും? ഇൻറ്റു. അപ്പൊ P ഇൻറ്റു V സ്ക്വയർ ഇസ് ഈക്വൽ ടു A എന്ന് വന്നു. ഓക്കെ ആണല്ലോ? അത്രയും ഓക്കെ അല്ലേ? അപ്പൊ P ഇൻറ്റു V സ്ക്വയർ ഇസ് ഈക്വൽ ടു A. ഇനി ഈ കേസിൽ ഡയമെൻഷൻ കൊടുത്തേക്ക് ആരുടെ ഡയമെൻഷൻ കിട്ടും? എയുടെ ഡയമെൻഷൻ കിട്ടും. സിമ്പിൾ ആണ്. അപ്പോ P എന്താ നമുക്കറിയാം? എന്താണ്? പ്രഷർ ആണല്ലേ? അപ്പൊ പ്രഷറിന്റെ ഡയമെൻഷൻ എന്താ? ml raised to -1 T raised to -2. ഓക്കെ അല്ലേ? പ്രഷറിന്റെ ഡയമെൻഷൻ ml raised to -1 T raised to -2. അപ്പൊ ഞാൻ പ്രഷറിന്റെ ഡയമെൻഷൻ ഒന്ന് കൊടുക്കാം ട്ടാ. ml raised to -1 T raised to -2. ഇനി വോളിയത്തിന്റെ ഡയമെൻഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് വോളിയത്തിന്റെ ഡയമെൻഷൻ? L³ ആണ്. അപ്പോ ഇനി വോളിയത്തിന്റെ കൊടുക്കാൻ പോവാണ് L³. ഇവിടെ വോളിയം ക്യൂബ് അല്ലെ? വോളിയം സ്ക്വയർ ആണ്. അപ്പോ L³ എന്ത് വരും? സ്ക്വയർ വരും അല്ലെ? L³ എന്തിന്റെ ഡയമെൻഷൻ ആണ്? വോളിയത്തിന്റെ. അപ്പൊ വോളിയം സ്ക്വയർ എന്ന് പറയുമ്പോൾ L³ സ്ക്വയർ. അപ്പോ ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അല്ലെങ്കിൽ ഗുണിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എയുടെ ഡയമെൻഷൻ കിട്ടും. സിമ്പിൾ അല്ലേ? ഒന്ന് ചെയ്ത് നോക്കിയേ. ml raised to -1 T raised to -2. ഒരുപോലത്തെ ആൾക്കാർ. അതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ബ്രാക്കറ്റിനെ ഓപ്പൺ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഉള്ളിലുള്ള പവർ കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് 2 × 3. ഇവിടെ ചെയ്ത് കാണിക്കാം. L³ raised to 2. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഉള്ളിലോട്ട് കൊടുക്കുക. അപ്പൊ ഉള്ളിലോട്ട് കൊടുക്കുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് വരാ. അപ്പൊ 2 × 3 എത്രയാ വരാ? L raised to 6. ഓക്കെ, എത്രയാണ് വരാ? L raised to 6 ഇട്ടാ. അപ്പൊ ഇവിടെ എന്താണ് വരാ? ml raised to -1 T raised to -2
L raised to 6. അപ്പൊ ഒരുപോലത്തെ ആൾക്കാരൊന്നല്ലേ, ആരൊക്കെയാണ് ഒരുപോലത്തെ വന്നത്? എല്ലും ഒരുപോലത്തെ ആൾക്കാരൊന്നും. അപ്പൊ അവരെ പവർ എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പൊ ഇവിടത്തെ പവർ -1, ഇവിടത്തെ പവർ 6. അവരെ പവർ കൂട്ടണം എന്നല്ലേ? അപ്പൊ -1 + 6 എത്രയാ വരാ? മൈനസ് അല്ലല്ല 5. ഓക്കെ, എത്രയാണ് വരാ? 5 ഇട്ടാ. -1 + എത്ര കിട്ടും? 5 കിട്ടും. അപ്പൊ എങ്ങനെയാണ് വരിക? ഉത്തരം വരാ ml raised to 5 t raised to -2. ഇതാണ് ആരുടെ ഡയമെൻഷൻ? എയുടെ ഡയമെൻഷൻ. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ട് പേടിക്കരുത്. സിമ്പിൾ ആയിട്ട് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി വളരെ സിമ്പിൾ ടോപ്പിക് ആണ്. പക്ഷെ ക്വസ്റ്റ്യൻ കുറച്ച് നമ്മൾ കൺഫ്യൂസിങ് ആയിട്ടും അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നിട്ട് നമ്മൾ പേടിപ്പിക്കാനായിട്ടൊക്കെ നോക്കും. പക്ഷെ എന്ത് ചെയ്യരുത്, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇനി എയുടെ ഡയമെൻഷൻ കിട്ടിയല്ലേ, നമുക്ക് എയുടെ മാത്രം കണ്ടുപിടിച്ചാൽ മതിയാ. എയും ബിയും ഇല്ലേ, ഇനി ബിയുടെ കണ്ടുപിടിക്കണ്ടേ? അപ്പൊ ബിയുടെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ വി മൈനസ് ബി അല്ലെ, രണ്ടുപേരെ അവരെന്ത് ചെയ്യുന്നുണ്ട്? സബ്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. വിനെയും ബിനെയും സബ്സ്ട്രാക്ട് ചെയ്യേണ്ട. അതിന്റെ അർത്ഥം സബ്സ്ട്രാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇയാളുടെ ഡയമെൻഷൻ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഞാൻ പറഞ്ഞില്ല, ആഡ് ചെയ്യണം അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ഡയമെൻഷൻ എന്തായിരിക്കണം മക്കളെ? സെയിം ആയിരിക്കണ്ടേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിയുടെയും ബിയുടെയും ഡയമെൻഷൻ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. വിയുടെ ഡയമെൻഷൻ നമുക്കറിയാം എന്താണ്? L³ ആണ്. അങ്ങനെ ബിയുടെ ഡയമെൻഷൻ തന്നെയായിരിക്കും L³ ആയിരിക്കും. അപ്പൊ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചു? എയുടെ ഡയമെൻഷനും കണ്ടുപിടിച്ചു, ബിയുടെ ഡയമെൻഷനും കണ്ടുപിടിച്ചു. സിമ്പിൾ അല്ലേ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. രണ്ടുപേരെ ആഡ് ചെയ്യണം അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരുടെ ഡയമെൻഷൻ എന്തായിരിക്കണം മക്കളെ? സെയിം ആയിരിക്കണം. സിമ്പിൾ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ഇതിൽ 6 കിടക്കുന്നത് 5ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടാ. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സാമിന് ചോദിക്കും. സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിറൈവ് ചെയ്യാൻ. ഓക്കെ, നമ്മുടെ ഡയമെൻഷൻ വെച്ച് ഡിറൈവ് ചെയ്യാൻ പറയും. എപ്പോഴും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ആദ്യം പറഞ്ഞുതരാം. അവര് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരാളുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അത് ആരാണെന്ന് ആദ്യം മനസ്സിലാക്കാം. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ആരെയാണോ കണ്ടുപിടിക്കേണ്ടത് അത് ആരാണ് എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇവിടെ ഇപ്പൊ കണ്ടുപിടിക്കേണ്ട ഡിറൈവ് ദി ഇക്വേഷൻ ഫോർ കൈനറ്റിക് എനർജി. കണ്ടുപിടിക്കേണ്ട ആളാരാണ്? കൈനറ്റിക് എനർജി, അതായത് എനർജി അല്ലെ. കൈനറ്റിക് എനർജി ആരാണ് കണ്ടുപിടിക്കേണ്ടത്? എനർജി. അപ്പൊ കണ്ടുപിടിക്കേണ്ട ആളാരാന്ന് ഞാൻ മനസ്സിലാക്കിയത് ആരാണ്? എനർജിയാണ്. ഇനി കണ്ടുപിടിക്കുന്ന ആൾ മനസ്സിലായി കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് സിമ്പിൾ ആണ്. ഈ ചിഹ്നം ഇട്ട് കൊടുക്കുക, പ്രപ്പോർഷനിലെ ചിഹ്നം. അറിഞ്ഞൂടെ എന്താ ചിഹ്നം? പ്രപ്പോർഷനിലെ ചിഹ്നം ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ചിഹ്നം ഇട്ടതിന് ശേഷം വേറെ ഏതൊക്കെ അക്ഷരം അവർ തന്നിട്ടുണ്ടോ, ക്വസ്റ്റിൽ വേറെ എന്തൊക്കെ തന്നിട്ടുണ്ടോ അതൊക്കെ എന്ത് ചെയ്യുക? എടുത്ത് എഴുതി വെക്കുക. പിന്നെ അവർ തന്നിട്ടുണ്ട് മാസ് M തന്നിട്ടുണ്ട്, വെലോസിറ്റി V തന്നിട്ടുണ്ട്. ആ 2 അക്ഷരം എഴുതി വെക്കുക. മാസ്, വെലോസിറ്റി. സിമ്പിൾ അല്ലേ? ആ സ്റ്റെപ്പ് റാഷിഡി പറയാ. കണ്ടുപിടിക്കേണ്ടത് ആരെയാണെന്ന് മനസ്സിലാക്കുക, പ്രപ്പോർഷനിലെ ചിഹ്നം ഇടുക, ബാക്കി എന്തൊക്കെയുണ്ടോ ഓക്കെ. എത്ര അക്ഷരം വന്നാലും ആകെ മാക്സിമം 3 അക്ഷരം വരുള്ളൂ. എത്രയൊക്കെ വന്നാലും എന്ത് ചെയ്യുക? അവിടെ എഴുതി വെക്കുക. ഇപ്പൊ 2 വന്നിട്ടുണ്ട്, തൽക്കാലം 2 എഴുതി വെക്കുക. ഇനി ഈ പ്രപ്പോർഷനിലെ ചിഹ്നം കളയാനായിട്ട് നമുക്ക് എപ്പോഴും ഫിസിക്സിൽ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ് എന്ത് ചെയ്യണം? ഒരു കോൺസ്റ്റന്റിനെ കൊണ്ടുവരണം. ആ പ്രപ്പോർഷനിലെ ചിഹ്നം കളയാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റന്റിനെ കൊണ്ടുവരണം. ആ കോൺസ്റ്റന്റ് ആണ് ഇവിടെ ആര്? K. അപ്പൊ KMV. എന്തിനാണ് ഇപ്പൊ കേനെ കൊണ്ടുവന്നത്? കേനെ കൊണ്ടുവന്നതിനാ പറയും. അപ്പൊ കൊണ്ടുവന്നത് ഈ പ്രപ്പോർഷനിലെ ചിഹ്നം കളയാൻ വേണ്ടിയിട്ട്. അപ്പൊ KMV. അത്രയും കിട്ടിയില്ലേ? ഇവിടെ ഒരു സ്റ്റെപ്പ് നമ്മൾ വിട്ടുപോയി. M എത്ര ഉണ്ടെന്ന് അറിയില്ലല്ല. M raised എത്രയെന്ന് അറിയില്ല, അതുകൊണ്ട് X ഇട്ടു. V raised എത്രയെന്ന് അറിയില്ല, അതുകൊണ്ട് എന്ത് ചെയ്തു? Y ഇട്ടു. അപ്പൊ ഇവിടെ M raised X, V raised Y. എത്ര M ഉണ്ടെന്ന് അവിടെ അറിയില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തത്? അവിടെ X-ഉം Y ഇട്ടത്. ഓക്കെ അല്ലേ? അത്രയും ക്ലിയർ അല്ലേ? ഇനി ചെയ്യുന്ന സ്റ്റെപ്പ് വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഇതിൽ കണ്ടുപിടിക്കേണ്ട ആള് X-ഉം Y-ഉം ആണ് അല്ലെ. X-നെയും Y-നെയും കണ്ടുപിടിച്ച ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. അതല്ലേ സംഭവം? ഇനി X-നെയും Y-നെയും കണ്ടുപിടിക്കാനായിട്ട് 2 സ്ഥലത്ത് എന്ത് ചെയ്താൽ മതി? ഡയമെൻഷൻ കൊടുക്കുക. അപ്പൊ അത് എഴുതി വെക്കണം കേട്ടോ. അങ്ങനെ ഡയമെൻഷൻ കൊടുക്കുമ്പോൾ അവിടെ എഴുതി വെക്കണം ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഡയമെൻഷൻ ഓൺ ബോത്ത് സൈഡ് എന്ന് എഴുതി വെക്കുക. അതിനുശേഷം ഡയമെൻഷൻ കൊടുക്കുക. അപ്പോ 2 സൈഡിലും ഡയമെൻഷൻ കൊടുക്കാം. ഈ സൈഡിൽ ആദ്യം തന്നെ എനർജിയുടെ ഡയമെൻഷൻ കൊടുക്കാം കേട്ടാ. എനർജിയുടെ ഡയമെൻഷൻ കൊടുക്കാൻ പോവാണ്. എന്താണ്? ml² t raised to -2. ഇതാണ് എനർജിയുടെ ഡയമെൻഷൻ. ഇനി K എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് എപ്പോഴെങ്കിലും ഡയമെൻഷൻ വരുമോ? ഡയമെൻഷൻ വരില്ല. ഓക്കെ, അപ്പൊ കോൺസ്റ്റന്റിന് ഡയമെൻഷൻ വരില്ല. അപ്പോ കോൺസ്റ്റന്റ് ഡയമെൻഷൻ ഇല്ല. അപ്പൊ ഇയാളെടുത്തു. ഇനി M raised to X. മാസിന്റെ ഡയമെൻഷൻ എന്താ? മാസിന്റെ ഡയമെൻഷൻ എന്താ? M തന്നെയാണ് അല്ലെ. M raised to X ഉള്ളതുകൊണ്ട് X കൊടുത്തു. വെലോസിറ്റിയുടെ ഡയമെൻഷൻ ഞാൻ ഇവിടെ സൈഡിൽ എഴുതി വെക്കാം. വെലോസിറ്റി ഡയമെൻഷൻ LT raised to
-1 ആണ്. ഓക്കെ, LT⁻⁻1 കേട്ടോ. അപ്പൊ വെലോസിറ്റി ഡയമെൻഷൻ എഴുതാൻ പോവാണ്. LT⁻⁻1 വെലോസിറ്റി y ആയതുകൊണ്ട് LT⁻⁻1y. അപ്പൊ നമ്മൾ ആ ഇക്വേഷനുള്ള എല്ലാവരെയും ഡയമെൻഷൻ എഴുതി വെച്ചു. ഓക്കെ അല്ലേ? അത്രയും ക്ലിയർ അല്ലേ? ഇത് എമ്മാണ്ട മക്കളെ. ഓക്കെ, അപ്പോ ചെയ്ത സ്റ്റെപ്പ് ആദ്യം ഇക്വേഷൻ എഴുതിയതിനു ശേഷം രണ്ട് സൈഡിലും ഡയമെൻഷൻ കൊടുത്തു. എന്തിനാണ് രണ്ട് സൈഡിലും ഡയമെൻഷൻ കൊടുത്തത്? സിമ്പിൾ ആയിട്ട് പറയാം, എക്സും വൈയും കണ്ടുപിടിക്കാനായിട്ട്. ഇനി എക്സും വൈയും കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് MLT എന്നുള്ള പരുവത്തിലോട്ട് ആവണം. അപ്പൊ MLT എന്നുള്ള പരുവത്തിലോട്ട് ആവാനായിട്ട് ഇവിടെ ഈ y അതിന് സമ്മതിക്കുന്നുണ്ടാ? ഈ ബ്രാക്കറ്റില് y ഇട്ട് വെച്ചേക്കണത്. അപ്പൊ എന്ത് ചെയ്യാ? ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ളിലോട്ട് പോകുമ്പോൾ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ L⁻⁻⁴ ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ പവർ എത്രയായിരിക്കും? 1 ആയിരിക്കും കേട്ടോ. അപ്പൊ M⁻x ഇത് ഉള്ളിലോട്ട് കൊടുക്കുമ്പോൾ 1 × y. അപ്പൊ L⁻y. T⁻−1 -1 × y എന്താ വരാ? ഉള്ളിലോട്ട് കൊടുക്കും മൾട്ടിപ്ലിക്കേഷൻ കേട്ടോ. -1 × y T⁻−y ആണ് വരാം. ഓക്കെ, ഇപ്പൊ ഏത് പരുവത്തിലോട്ടായി? MLT എന്നുള്ള പരുവത്തിലോട്ടായില്ലേ? L⁻y T⁻−y. സിമ്പിൾ അല്ലേ? ഇനി സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? എക്സും വൈയും കണ്ടുപിടിക്കാം. എങ്ങനെയാന്ന് നോക്കോട്ടാ. ഇവിടെ M⁻1 ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ എന്റെ പവർ എത്രയാണ്? M⁻1 ആണ്. അതിന് മുമ്പ് M⁻2 അല്ലെ, ഇവിടെ ഉള്ള എമ്മും അവിടെ ഉള്ള എം എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ MLT എന്നുള്ള പരുവത്തിലോട്ട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയോ? ഇവിടെ ഉള്ള എമ്മും അപ്പുറത്തുള്ള എം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സിമ്പിൾ ആയിട്ട് ഇവിടെ M⁻1 ഉണ്ട്, ഇവിടെ M⁻x ഉണ്ട്. അത് രണ്ടുപേരും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈക്വൽ ടു ഇപ്പുറത്തുള്ള ആളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോ ഇവിടെ എം രണ്ട് ഈക്വൽ ആന്ന് പറഞ്ഞില്ലേ? ഇനി ഒന്ന് നോക്കി, ഇവിടെ 1 ഉണ്ട്, ഇവിടെ x ഉണ്ട്. അതായത് ഇവിടെ 1 ഇരിക്കുന്ന സ്ഥലത്താണ് ആരിയിരിക്കുന്നത്? x ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1 = x. ഓക്കെ അല്ലേ? ഇപ്പുറത്തെ എമ്മോ അപ്പുറത്തെ എമ്മോ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എമ്മിന്റെ 1 ഇരിക്കുന്ന സ്ഥലത്താണ് അവിടെ എന്തിരിക്കുന്നത്? x ഇരിക്കുന്നത്. അപ്പൊ 1 = x. സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇനി അടുത്തത് അതുപോലെ തന്നെ ഇവിടത്തെ എല്ലും എന്തായിരിക്കും? സെയിം ആയിരിക്കൂലേ? അപ്പോ L² L⁻y. അതായത് ഇവിടെ y ഇരിക്കുന്ന സ്ഥലത്താണ് ആയിരിക്കുന്നത്? 2 ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? 2 = y. സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പൊ എക്സും വൈയും നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചില്ല. എക്സും വൈയും കണ്ടുപിടിച്ചില്ല. അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത്? ഡയമെൻഷൻ കൊടുത്തത്. സിമ്പിൾ ആയിട്ട് ഡയമെൻഷൻ കൊടുത്തത് എന്തിനാന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്തിനാണ്? എക്സും വൈയും കണ്ടുപിടിക്കാൻ. അപ്പൊ എക്സും കിട്ടി, വൈയും കിട്ടി. ഇനി നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം? നമ്മ ആദ്യ ഇക്വേഷൻ എഴുതിയില്ലേ? ആ ഇക്വേഷനിലോട്ട് തിരിച്ചു പോവാം. ആ ഇക്വേഷൻ എന്താ? E = Km⁻x V⁻y. ഓക്കെ അല്ലേ? M⁻x V⁻y. ഇനി അതിനുശേഷം എക്സും വൈയും കൊടുക്കാം. എക്സ് എത്രയാണ് നമുക്ക് കിട്ടിയത്? 1. അപ്പൊ എന്ത് ചെയ്യാ? M⁻1. y എത്ര കിട്ടിയത്? 2. അതൊന്ന് കൊടുക്കാം. V⁻2. ഓക്കെ അല്ലേ? എക്സും വൈ കൊടുത്തു, ഇക്വേഷൻ കിട്ടി. എന്താണ് ഇക്വേഷൻ? E = Kmv². ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? സിമ്പിൾ ആയിട്ട്. അപ്പൊ ഇത് ചെയ്ത സ്റ്റെപ്പുകളെ ഒരാഴ്ച പറഞ്ഞുതരാം. നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ആളാരാണോ അയാളെ കണ്ടുപിടിക്കുക. ആരാണ്? കൈനറ്റിക് എനർജി, അതായത് എനർജിനെ കണ്ടുപിടിക്കണം. അപ്പൊ എനർജി എഴുതി, അതിനുശേഷം പ്രപ്പോഷനിലെ ചിഹ്നം ഇടാം. പിന്നെ ആരൊക്കെയുണ്ടോ അയാളുടെ ഒക്കെ അക്ഷരങ്ങളോട് എഴുതിയേക്കാം. മാസ് ഉണ്ട്, മാസിന്റെ അക്ഷരം എഴുതി. വെലോസിറ്റി ഉണ്ട്, വെലോസിറ്റി അക്ഷരം എഴുതി. ഇനി അതിനുശേഷം പ്രപ്പോഷനിലെ ചിഹ്നം കളയാം. അതിന് കളഞ്ഞതിന് ശേഷം നമുക്ക് എക്സും വൈയും അറിയില്ല. അപ്പൊ എക്സും വൈയും കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ട് സൈഡിലും ഡയമെൻഷൻ കൊടുക്കാം. രണ്ട് സൈഡിലും ഡയമെൻഷൻ കൊടുത്തിട്ട് അവസാനം നമുക്ക് എന്ത് കിട്ടും? MLT എന്നുള്ള പരുവത്തിലോട്ടാവും. MLT എന്നുള്ള പരുവത്തിലോട്ടായി കഴിഞ്ഞാൽ ഇപ്പുറത്തുള്ള എമ്മും അപ്പുറത്തുള്ള എം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇപ്പുറത്തെ എല്ലും അപ്പുറത്തെ എല്ലും സെയിം ആയിരിക്കും. ടിയും ഡിയും സെയിം ആയിരിക്കും. എന്നിട്ട് അവരെ പവർ എന്ത് ചെയ്യുക? ഈക്വൽ ടു ചെയ്താൽ നമുക്ക് കിട്ടും. എക്സും വൈയും സെഡ് ഉണ്ടെങ്കിൽ സെഡും കിട്ടും. ഓക്കെ അല്ലേ?
അത് കിട്ടിയതിന് ശേഷം നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ച ഇക്വേഷനിൽ എന്ത് ചെയ്യുക, എക്സും വൈയും കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായി ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. സിമ്പിൾ അല്ലേ? ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം ട്ടോ. ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി. ഡിറൈവ് ആൻ എംപിരിക്കൽ റിലേഷൻഷിപ്പ് ഫോർ ദ ഫോഴ്സ്. അല്ലെ, കണ്ടുപിടിക്കേണ്ട ആൾ ആരെന്ന് മനസ്സിലായി? ആരാണ്? ഫോഴ്സ് ആണ്. അപ്പൊ ഞാൻ അക്ഷരം വെച്ച് ചിഹ്നിട്ടു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓൺ ദ കാർ ഇൻ ടേംസ് ഓഫ് മാസ് ഓഫ് ദി കാർ. മാസ് ഉണ്ട് അല്ലെ, അതിനുശേഷം തന്നാൽ എല്ലാ അക്ഷരം മാസ് ഉണ്ട്, വെലോസിറ്റി ഉണ്ട്, പിന്നെ റേഡിയസ് ഉണ്ട്, റേഡിയസ് ആർ. ഇതാണ് അവർ തന്നിരിക്കുന്ന അക്ഷരങ്ങൾ. ഓക്കെ, അതിന് തന്നിരിക്കുന്ന എല്ലാ അക്ഷരം എം വി ആർ. ഓക്കെ, എം എത്ര ഉണ്ടെന്ന് അറിയില്ല, അതുകൊണ്ട് എക്സ് ഇട്ടു. വി എത്ര ഉണ്ടെന്ന് അറിയില്ല, അതുകൊണ്ട് വൈ ഇട്ടു. ഇത് എത്ര ഉണ്ടെന്ന് അറിയില്ല, അത് ഇട്ടു. സിമ്പിൾ അല്ലേ? ഇനി അതിനുശേഷം ഈ പ്രപ്പോസലിൽ കളയണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു കോൺസ്റ്റന്റിനെ കൊണ്ടുവരുന്നു. ഓക്കെ, കോൺസ്റ്റന്റിനെ കൊണ്ടുവന്നു. ഇനി എക്സും വൈ സെഡ് അറിയില്ല, അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം, അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ട് സൈഡിലും ഞാൻ എന്ത് ചെയ്യുന്നു, ഡയമെൻഷൻ കൊടുക്കാൻ പോവാണ്. അപ്പൊ ഡയമെൻഷൻ കൊടുക്കുമ്പോൾ ഫോഴ്സിന്റെ ഡയമെൻഷൻ ഞാൻ വെറുതെ ഇവിടെ എഴുതിയില്ല. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താണ്? ഫോഴ്സിന്റെ ഡയമെൻഷൻ mlt⁻². ഓക്കെ, വെലോസിറ്റി ഡയമെൻഷൻ lt⁻⁻1. അപ്പോ ഫോഴ്സിന്റെ ഞാൻ കൊടുത്തു mlt⁻² ഈക്വൽ ടു കെയുടെ കൊടുക്കണം. കെക്ക് ഡയമെൻഷൻ ഉണ്ട്, കോൺസിന്റെ ഡയമെൻഷൻ ഉണ്ടാവില്ലല്ലോ. അപ്പൊ കെക്ക് ഡയമെൻഷൻ ഇല്ല. എമ്മിന്റെ ഡയമെൻഷൻ m(m)(x), വെലോസിറ്റി ഡയമെൻഷൻ lt⁻⁻1 ആണ്. അതുകൊണ്ട് lt⁻⁻1 വെലോസിറ്റി. അതിന്റെ പവർ ഉണ്ടല്ലോ, എന്താണ് പവർ? y. അപ്പോ പവർ എഴുതാം. ഇനി ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ് അല്ലെ. അപ്പൊ ആറിന്റെ ഡയമെൻഷൻ എന്താണ് വരാ? ലെങ്ത് ആണ് വരാ. അപ്പോ r⁻z ഉള്ളതുകൊണ്ട് l⁻z. ഇനി ഞാൻ പറഞ്ഞു, ഇങ്ങനെ എഴുതിയതിനു ശേഷം എന്ത് പരുവത്തിലോട്ടാക്കണം? MLT എന്നുള്ള പരുവത്തിലോട്ടാക്കണ്ടേ. അപ്പൊ MLT എന്നുള്ള പരുവത്തിലോട്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എല്ലിന് പവർ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എത്രയായിരിക്കും? പവർ 1 ആയിരിക്കും. അപ്പോ m⁻x l⁻y t⁻⁻y l⁻z. ഇനി ഒരുപോലത്തെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അറിയാം, ഒരുപോലത്തെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരെ പവർ എന്ത് ചെയ്യണം മക്കളെ? ഒന്ന് കൂട്ടി ചെയ്താൽ മതി. അപ്പൊ ഒരുപോലത്തെ എല്ലില്ലേ, ഒരുപോലത്തെ എല്ല് വന്നാൽ അവരെ പവർ കൂട്ടി ചെയ്തണം. ഇപ്പൊ y ഉണ്ട്, പവർ z ഉണ്ട്. അപ്പൊ പവർ എങ്ങനെയാ കൂട്ടി ചെയ്താ? m⁻x l⁻y+z അല്ലെ. ഇവരെ പവർ എന്ത് ചെയ്യണം? കൂട്ടി ചെയ്തണം. t⁻⁻y. ഓക്കെ അല്ലേ? ഇവരെ പവർ ഒരുപോലത്തെ ആൾക്കാർ വന്നുകൊണ്ട് അവരെ പവർ എന്ത് ചെയ്തു? കൂട്ടി എഴുതി. ഇപ്പൊ MLT എന്നുള്ള പരുവത്തിലായില്ലേ? സിമ്പിൾ ആയില്ലേ? MLT എന്നുള്ള പരുവത്തിലായി. ഇനി ഇത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്തത്? ഈ MLT എന്നുള്ള പരുവം കിട്ടി കഴിഞ്ഞാൽ എന്താണ് ചെയ്തത്? നമുക്കറിയാലോ എന്താണ് ചെയ്തത്? രണ്ട് സ്ഥലത്ത് M ഉണ്ടെങ്കിൽ ആ M എഴുതാ, L ഉണ്ടെങ്കിൽ L എഴുതാ, T ഉണ്ടെങ്കിൽ T എഴുതാ. അപ്പൊ അപ്പുറത്തുള്ള ഇപ്പുറത്തുള്ള M എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോ ഇവിടെ m⁻1 ആണ്, അതുപോലെ തന്നെ ഇവിടെ m⁻x ആണ്. അപ്പൊ നമുക്ക് 1 = x എന്ന് കിട്ടി അല്ലെ. ഇവിടെ 1 ഇരിക്കുന്ന സ്ഥലത്താണ് ആയിരിക്കുന്നത്? x ഇരിക്കുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് 1 = x എന്ന് കിട്ടി. ഇനി അടുത്തത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, l⁻1 ആണ്, ഇപ്പുറത്തുള്ള l⁻y+z ആണ്. അപ്പൊ എന്ത് വരും? l⁻1 = y+z എന്ന് വരും. അവിടെ നമുക്ക് ഒരാളുണ്ടായുള്ളൂ കണ്ടുപിടിക്കാൻ അല്ലെ. 1 = x സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ എന്താണ്? രണ്ട് പേരുണ്ട്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കണ്ടുപിടിക്കാനായിട്ട് പറ്റൂല. ഇപ്പൊ തൽക്കാലം അത് അവിടെ അങ്ങനെ നിൽക്കട്ടെ. ഓക്കെ, രണ്ടുപേരുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റൂല. അപ്പൊ എന്ത് ചെയ്യാ? തൽക്കാലം അതവിടെ നിർത്താ. ബാക്കി അടുത്ത നോക്കാല. M നോക്കി, L നോക്കി, ഞാൻ അടുത്ത T നോക്കാല്ലേ. T നോക്കി, Tയുടെ നോക്കുമ്പോ എന്താ വരാ? ഒന്ന് T നോക്കി. ഇപ്പൊ അവിടെ ബാക്കി ഇതുള്ള സ്ഥലം വിടാണ്ടേ. T എന്താ വരാ? t⁻2 = t⁻−y അല്ലെ. -2 = -y എന്ന് വരും. -2 = -y. മൈനസും മൈനസും വെട്ടിപ്പോയി. 2 = y എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് y കിട്ടി. എത്രയാണ്? 2 കിട്ടി. ഈ y ഇനി എവിടെ കൊടുക്കാം? മേലെ കൊടുക്കാല, ഇവിടെ കൊടുക്കാല. y എത്ര? 1 = 2+z. 2+z. ഈ +2 ഇപ്പുറത്ത് വരുമ്പോ എന്താ മക്കളെ?
-2 ആവും. അപ്പൊ 1 - 2 = Z എന്ന് വരും. ലാസ്റ്റ് ഉത്തരം എന്താണ് വരാ? Z -1 ആയിരിക്കും വരാം. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? Z -1 ആയിട്ട് കിട്ടും ട്ടാ. അപ്പൊ തൽക്കാലം നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കണ്ടേ? ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കൽ x y z കിട്ടി. ഇനി എന്ത് ചെയ്യാം? ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കാം. അപ്പൊ F = K m⁻⁴ x v⁻⁴ y r⁻z ആണ്. ഓക്കെ ആണല്ലോ. ഇനി എഫില് x കൊടുക്കാൻ പോവാണ്. m⁻⁴ v⁻y നമ്മ കണ്ടുപിടിച്ച് 2 ആണ്. z നമുക്ക് കിട്ടും എത്രയാണ്? -1 ആണ്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ ചെയ്യാൻ പോണ ഒരു സ്റ്റെപ്പ് ശ്രദ്ധിക്കുക. ഒരാളുടെ പവർ മൈനസ് ആവേണ്ട എപ്പോഴായിരിക്കും പവർ മൈനസ് ആവാ? ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ 1/x² ആണെന്ന് വിചാരിക്കുക. ഇപ്പോ 1/x² ആണെന്ന് വിചാരിക്കട്ടാ. 1/x² ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ x² മേലെ എഴുതിയാണ്. ഓക്കെ, അടിയത്തെ x² ഞാൻ മേലെ എഴുതുമ്പോ എന്താ സംഭവിക്കുക? 1/x² എന്നുള്ള എന്താവും? എന്തുവരും? x⁻⁻² എന്നാവും. അപ്പൊ അടിയിലുള്ള ആള് മേലെ പോകുമ്പോഴാണ് ആളുടെ പവർ എന്താവാ? മൈനസ് ആവാ. ഓക്കെ, അടിയിലുള്ള ആളുടെ മേലെ പോകുമ്പോഴാണ് ആളുടെ പവർ മൈനസ് ആവാ. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഈ ആറിന്റെ പവർ എന്താണ്? ആറിന്റെ പവർ എന്താണ് മക്കളെ? മൈനസ് അല്ല. ആറിന്റെ പവർ മൈനസ് ആണ്. അതിന്റെ അർത്ഥം 6 അടിയിൽ നിന്ന് മേലോട്ട് പോയതാണ് അല്ലെ? ഒരാളുടെ പവർ എപ്പോഴാണ് മൈനസ് ആവാ? അടിയിൽ നിന്ന് മേലോട്ട് പോകുമ്പോഴാണ്. 6ന്റെ പവർ മൈനസ് ആണ്. അതിന്റെ അർത്ഥം 6 അടിയിൽ നിന്ന് മേലോട്ട് പോയതാണ്. അപ്പൊ ഞാൻ തിരിച്ച് 6ന് എന്ത് ചെയ്യാൻ പോവാണ്? അടിയിലോട്ട് കൊണ്ടുപോകാനായിട്ട് പോവാണ്ടാ. r⁻1 കുഴപ്പമുണ്ടാ? ഇല്ലല്ല. കാരണം എന്താണ്? 6ന് -1 എഴുതാ. കാരണം 6 അടിയിൽ നിന്ന് മേലോട്ട് പോയതാണ്. അപ്പൊ തിരിച്ച് 6ന് എന്ത് ചെയ്യാ? അടിയിലോട്ട് കൊണ്ടുപോവാ. ഇതാണ് നമ്മുടെ ഫൈനൽ ഡെറിവേഷൻ ചെയ്ത ഇക്വേഷൻ. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? സ്റ്റെപ്പ് പറയണോ ഇനി? സ്റ്റെപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല? കിട്ടൂല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, മൈനസ് വന്നു കഴിഞ്ഞാൽ അയാളെ തിരിച്ചെന്ത് ചെയ്യുക? അടിയിലോട്ട് കൊണ്ടുപോവാ. ഇത് രണ്ടാണ് ശ്രദ്ധിക്കേണ്ടത് ട്ടാ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ടെന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് ഇപ്പൊ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കുറച്ചധികം 6-7 റൂൾസ് ഒക്കെ പഠിക്കാനുണ്ട്. നമുക്ക് ഇവിടെ 2 റൂളിൽ പഠിച്ചെന്ത് ചെയ്യാം? ഈ ടോപ്പിക് തീർക്കാം. സിഗ്നിഫിക്കന്റ് ഫിഗർ കണ്ടുപിടിക്കാനാണ്. ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. 1 മാർക്കിന് 2 മാർക്കിന് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ട്ടാ. അപ്പൊ എന്തായാലും പഠിച്ചു വെക്കാം. അപ്പൊ പഠിക്കുമ്പോ ഇപ്പൊ തൽക്കാലം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു നമ്പർ 024524735000. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ 0.045 2.3210. ഓക്കെ, ഇതാണ് നമ്മൾ പഠിക്കാൻ പോണ 2 റൂള്. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ സാധനം പഠിച്ചു വെക്കാം. 1 ഡെസിമൽ ഉള്ളതും 1 ഡെസിമൽ ഇല്ലാത്തതും. ഓക്കെ, 1 ഡെസിമൽ ഉള്ളതും ഇല്ലാത്തതും. ഡെസിമൽ ഉള്ള നമ്പേഴ്സിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗർ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം. ഡെസിമൽ ഉള്ള നമ്പേഴ്സിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗർ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ആദ്യത്തെ നോൺ സീറോ നോക്കാം. ഓക്കെ, ഇവിടുത്തെ ആദ്യത്തെ നോൺ സീറോ ആരാണ്? 4 അല്ലെ? ആദ്യത്തെ നോൺ സീറോ ആരാ? 4 ആണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാവരും എന്തായിരിക്കും? സിഗ്നിഫിക്കന്റ് ആയിരിക്കും. ആദ്യത്തെ നോൺ സീറോ നോക്കാം. അവിടെ നിന്ന് എല്ലാവരും എന്തായിരിക്കും? സിഗ്നിഫിക്കന്റ് ആയിരിക്കും. അതായത് 1 2 3 4 5 6 7 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ടാവും. എത്ര ഉണ്ടാവും? 7 സിഗ്നിഫിക്കന്റ് ഫിഗർ. എപ്പോ? ഡെസിമൽ ഉള്ളപ്പോ. ഡെസിമൽ ഉള്ള ഒരു നമ്പർ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ സിഗ്നിഫിക്കന്റ് ഫിഗർ നോക്കുക. ആദ്യത്തെ നോൺ സീറോ നോക്കുക. അതിനുശേഷമുള്ള എല്ലാവരും എന്തായിരിക്കും മക്കളെ? സിഗ്നിഫിക്കന്റ് ആയിരിക്കും. അത് ഡെസിമൽ വന്നു കഴിഞ്ഞാൽ, ഇനി ഡെസിമൽ വന്നില്ല എന്നുണ്ടെങ്കിൽ, ഡെസിമൽ വരാത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഡെസിമൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയാണ്. ഓക്കെ, ഇതുപോലെ തന്നെയാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, ആദ്യത്തെ നോൺ സീറോ നോക്കി ഒപ്പം അവസാനത്തെ നോൺ സീറോ കൂടി നോക്കണം. ആദ്യത്തെ നോൺ സീറോയും അവസാനത്തെ നോൺ സീറോയും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പൊ ഇതിന്റെ ഇടയിൽ 0 വന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിനിടെ 0 വന്നാൽ കുഴപ്പമൊന്നുമില്ല. ആദ്യത്തെ നോൺ സീറോയും അവസാനത്തെ നോൺ സീറോയും എന്ത് ചെയ്യുക? നിങ്ങൾ നോക്കാം. എപ്പോ? ഡെസിമൽ ഇല്ലെങ്കിൽ. ഡെസിമൽ വന്നാൽ എന്താണ് നോക്കേണ്ടത്? ആദ്യത്തെ നോൺ സീറോ മാത്രം നോക്കിയാൽ മതി. ഡെസിമൽ വന്നില്ലെങ്കിൽ ആദ്യത്തെയും അവസാനത്തെയും നോൺ സീറോ നിങ്ങൾ എന്ത് ചെയ്യണം?
നോക്കണം. അപ്പൊ ആദ്യത്തെ നോൺ സീറോ നോക്കി, അവസാനത്തെ നോൺ സീറോ നോക്കി, അതിന്റെ ഇടയിലുള്ള എല്ലാവരും എന്തായിരിക്കും മക്കളെ? സിഗ്നിഫിക്കന്റ് ആയിരിക്കും. അതായത് 1, 2, 3, 4, 5, 6, 7, 8, 9 സിഗ്നിഫിക്കന്റ് ഫിഗർ ഇട്ടാ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അതേ സാധനം തന്നെ നിങ്ങൾ ഇവിടെ ഒന്ന് ചെയ്തേ. അതേ സാധനം ഇവിടെ ചെയ്തേ. 0.007 അല്ലെ? ഈ നമ്പറിൽ ഇപ്പൊ തൽക്കാലം ചെയ്യാൻ പോവാണ് 0.007. പോയിന്റ് വന്നു കഴിഞ്ഞാൽ നമ്മ പറഞ്ഞു എന്ത്? ആദ്യത്തെ നോൺ സീറോ നോക്കണം. അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാവരും എന്തായിരിക്കും? സിഗ്നിഫിക്കന്റ് ആയിരിക്കും. ഇവിടുത്തെ ആദ്യത്തെ നോൺ സീറോ 7, അതിന് ശേഷം നമ്പർ ഉണ്ടാ ഇല്ല. അപ്പൊ ഒരു സിഗ്നിഫിക്കന്റ് ഫിഗർ. ഇവിടെ യൂണിറ്റ് തന്നിട്ടല്ല, മീറ്റർ സ്ക്വയർ യൂണിറ്റ്, അതുപോലെ തന്നെ ഇൻറ്റു 10⁵5 അങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട? മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടാ. ഓക്കെ, അങ്ങനത്തെ സാധനം ഒന്നും മൈൻഡ് ചെയ്യണ്ട. ഈ 2 റൂള് പഠിക്കുക, അതുപോലെ അങ്ങോട്ട് എഴുതാം. അത്രേ ഉള്ളൂ. ഈ 10⁵5 10⁻24 ഒക്കെ വരുമ്പോൾ നിങ്ങൾ മൈൻഡേ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇവിടുത്തെ നമ്പർ നോക്കിയേ. ഇവിടുത്തെ നമ്പർ 2.64 ഓക്കെ അല്ലേ? ഇൻറ്റു 10⁻24. ഇതിന്റെ ആവശ്യം ഉണ്ടാ? 10⁻24 മൈൻഡ് ചെയ്യണോ? വേണ്ട. നമുക്ക് ആരെ മാത്രം നോക്കിയാൽ മതി? 2.64 മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഡെസിമൽ വന്നുകൊണ്ട് ആദ്യത്തെ നോൺ സീറോ നോക്കാം. അവിടെ നിന്ന് എല്ലാവരും എന്തായിരിക്കും? സിഗ്നിഫിക്കന്റ് ആയിരിക്കും. അപ്പൊ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ? 3 സിഗ്നിഫിക്കന്റ് ഫിഗർ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? 1, 2, 3. ഇനി അടുത്ത നമ്പർ 0.2370. യൂണിറ്റ് നോക്കണോ? അവിടെ യൂണിറ്റ് ഉണ്ടാകുന്ന നോക്കണോ? അതിന്റെ ആവശ്യമൊന്നുമില്ല. യൂണിറ്റും 10⁻⁴ നമുക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത് മാത്രം നോക്കിയാൽ മതി. അപ്പൊ 2370 ആദ്യത്തെ നോൺ സീറോ. ഡെസിമൽ വന്നുകൊണ്ട് ആദ്യത്തെ നോൺ സീറോ നോക്കാം. അവിടെ നിന്ന് എല്ലാവരും എന്തായിരിക്കും? സിഗ്നിഫിക്കന്റ് ആയിരിക്കും. അതായത് 1, 2, 3, 4 സിഗ്നിഫിക്കന്റ് ഫിഗർ. ഓക്കെ അല്ലേ? ഇനി അടുത്ത നമ്പർ 6320. ഡെസിമൽ വന്നില്ല. അതിന്റെ അർത്ഥം നമ്മൾ എന്ത് നോക്കണം? ആദ്യത്തെയും അവസാനത്തെയും നോൺ സീറോ നോക്കണം. അപ്പൊ ആദ്യത്തെ നോൺ സീറോ ഇത്, അവസാനത്തെ നോൺ സീറോ ഇത്. അപ്പൊ അവരുടെ ഇടയിലുള്ള എല്ലാവരും സിഗ്നിഫിക്കന്റ് ആയിരിക്കും. എപ്പോഴാണ് ഇത് പറയുന്നത്? ഡെസിമല് ഇല്ലാത്തപ്പോ ട്ടാ. അപ്പൊ ഡെസിമൽ ഇല്ലാത്തപ്പോ അതിന്റെ ഇടയിലുള്ള എല്ലാവരും സിഗ്നിഫിക്കന്റ് ആയിരിക്കും. 1, 2, 3 സിഗ്നിഫിക്കന്റ് ഫിഗർ. ഓക്കെ അല്ലേ? ഇത്ര ഓക്കെ അല്ലേ? ഇനി അടുത്ത നമ്പർ 0.60320. ഓക്കെ, അപ്പൊ ഡെസിമൽ വന്നില്ല. അപ്പൊ നമ്മൾ വീണ്ടും നോക്കണം. ആദ്യത്തെ നോൺ സീറോ നോക്കണം, അവസാനത്തെ നോൺ സീറോ നോക്കണം. അതിനിടയിലുള്ള എല്ലാവരും സിഗ്നിഫിക്കന്റ്. 1, 2, 3, 4. എത്ര സിഗ്നിഫിക്കന്റ് ഇവിടെ? മൊത്തം 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത നമ്പർ 60320. അപ്പൊ ഇതില് ഡെസിമൽ വന്നില്ല. അപ്പൊ വീണ്ടും നമ്മൾ എന്ത് നോക്കണം? ആദ്യത്തെ നോൺ സീറോ നോക്കണം, അവസാനത്തെ നോൺ സീറോ നോക്കണം. അതിന്റെ എല്ലാവരും എന്തായിരിക്കും? സിഗ്നിഫിക്കന്റ് ആയിരിക്കും. അതായത് 1, 2, 3, 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. യൂണിറ്റ് മൈൻഡ് ചെയ്യേണ്ട. ആ പവർ വന്നാലും അത് മൈൻഡ് ചെയ്യേണ്ട. അപ്പൊ സിഗ്നിഫിക്കന്റ് ഫിഗർ കണ്ടുപിടിക്കാൻ പഠിച്ചില്ലേ? സിമ്പിൾ ടോപ്പിക് ആണ്, വളരെ സിമ്പിൾ ടോപ്പിക് ആണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്രോപ്രിയേറ്റ് സിഗ്നിഫിക്കന്റ് ഫിഗർ ആക്കാൻ പറയും. അതായത് ആഡ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം അപ്രോപ്രിയേറ്റ് സിഗ്നിഫിക്കന്റ് ഫിഗറിലോട്ട് ആക്കാൻ പറയും. ഓക്കെ, സിമ്പിൾ ആണ്. അഡീഷനും സബ്സ്ട്രാക്ഷനും ഒരേ റൂളാണ്. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും സെയിം റൂളാണ്. ആ റൂൾ എന്താ നോക്കാം. അപ്പോ ഇഫ് എ മാസ് ഓഫ് എൻ ഒബ്ജെക്ട് മെഷേർഡ് ടു ബി, മാസ് എന്നുണ്ടല്ല, ഇത് കിലോഗ്രാം ആയിക്കോട്ടെ. മാസ് എത്രയാണ്? 4.237. ഓക്കെ, ആൻഡ് ഇറ്റ്സ് വോളിയം ഈസ് മെഷേർഡ് ടു ബി 2.51 മീറ്റർ ക്യൂബ്. അപ്പോ വോളിയം തന്നിട്ട് എത്രയാണ്? 2.51 ആണ് വോളിയം. ഇത് മാസ്. Then find its density. Density കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാലോ. എന്താണ് ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം അല്ലെ? ഡെൻസിറ്റി ഇക്വേഷൻ നമുക്കറിയാം, മാസ് ബൈ വോളിയം ആണ്. അപ്പൊ നമ്മൾ തൽക്കാലം ചെയ്യേണ്ട നമ്പർ എന്താണ്? മാസ് ഇവിടെ തന്നിട്ടുണ്ട് 4.237 ബൈ 2.51. അപ്പോ ഞാൻ പറയാൻ പോണ കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ കാൽക്കുലേറ്റർ ചെയ്ത് ഉത്തരം കൊടുക്കാം. അങ്ങനെയാണോ? ഇത് സാധാ 8ലും 9ലും പഠിക്കണ അല്ലെങ്കിൽ 5 പഠിക്കുന്ന കുട്ടികൾക്ക് വരെ ഡിവൈഡ് ചെയ്ത് ഉത്തരം എഴുതാൻ പറ്റും.
അതാണ് ഈ പ്ലസ് വണ്ണിൽ ചോദിക്കുക? അല്ല, അവിടെ അവർ വേറൊരു വാക്ക് എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അപ്രോപ്രിയേറ്റ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. അപ്പൊ അപ്രോപ്രിയേറ്റ് സിഗ്നിഫിക്കന്റ് ഫിഗറിലോട്ട് ആക്കാൻ പറഞ്ഞാൽ മൾട്ടിപ്ലൈ ആണ് ഡിവിഷൻ ആണ് എന്നുണ്ടെങ്കിൽ സെയിം റൂൾ ആയിരിക്കും. അത് ഇവിടെ നമുക്ക് ഡിവിഷൻ ആണ്, ഇതേ റൂൾ തന്നെ എവിടെ ഉപയോഗിക്കാം? മൾട്ടിപ്ലിക്കേഷനിൽ ഉപയോഗിക്കാം. അപ്പോ ഡിവിഷനോ മൾട്ടിപ്ലിക്കേഷനോ വന്നു കഴിഞ്ഞാൽ പറയുന്ന എല്ലാ കാര്യം ശ്രദ്ധിക്കുക. ഇതില് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ടെന്ന് നോക്കണം. തന്നിരിക്കുന്ന നമ്പറിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ടെന്ന് എന്ത് ചെയ്യാം? നോക്കാം. അപ്പൊ 4, ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? ഡെസിമൽ ഉള്ളത് കൊണ്ട് ആദ്യത്തെ നോൺ സീറോ നോക്കാം. അവിടെ നിന്ന് എല്ലാവരും സിഗ്നിഫിക്കന്റ് ആയിരിക്കും. ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? 4 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. ഓക്കെ, ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? 3 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. അപ്പോ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ വന്നു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന നമ്പറിൽ, ഓക്കെ, തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറവ് ഡെസിമൽ അല്ല, സോറി, ഏറ്റവും കുറവ് സിഗ്നിഫിക്കന്റ് എത്രയാണെന്ന് നോക്കാം. ഇവിടെ ഏറ്റവും കുറവ് സിഗ്നിഫിക്കന്റ് ഫിഗർ എത്രയാണ്? 3 അല്ലേ? അപ്പോ ഇത് ചെയ്ത് കിട്ടണ ഉത്തരത്തിൽ എത്ര വരാൻ പാടുള്ളൂ? 3 സിഗ്നിഫിക്കന്റ് ഫിഗർ വരാൻ പാടുള്ളൂ. ഇപ്പൊ തൽക്കാലം ഞാൻ ഒരാശടി പറയാം. നമുക്ക് തന്നിരിക്കുന്ന നമ്പറിൽ, ഓക്കെ, മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ വന്നു കഴിഞ്ഞാൽ തന്നിരിക്കുന്നതിൽ അതിൽ ഏറ്റവും കുറവ് സിഗ്നിഫിക്കന്റ് ഫിഗർ ആർക്കാണോ അത്രയും സിഗ്നിഫിക്കന്റ് ഫിഗർ തന്നെ എവിടെ വരാൻ പാടുള്ളൂ? ഉത്തരത്തിൽ വരാൻ പാടുള്ളൂ. ഇത് ചെയ്തു വരുമ്പോ എത്ര വരെ ഉത്തരം ഞാൻ അവിടെ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. 1.6880478088. ഓക്കെ, ഉത്തരത്തിൽ എത്ര വരാൻ പാടുള്ളൂ മക്കളെ? 3 സിഗ്നിഫിക്കന്റ് ഫിഗർ വരാൻ പാടുള്ളൂ. അതായത് ഇവിടെ നിന്ന് 1, 2, 3 ഇത്രയും സിഗ്നിഫിക്കന്റ് ഫിഗർ വരാനായിട്ട് പാടുള്ളൂ. അപ്പോ ഇവിടെ നിന്ന് അങ്ങോട്ട് എന്ത് ചെയ്യണം? കളയണം അല്ലെ? അവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് കളയണ്ടേ? അപ്പോ കളയേണ്ട ഫസ്റ്റ് നമ്പർ, ഓക്കെ, കളയേണ്ട ഫസ്റ്റ് നമ്പർ 8 ആണല്ലേ? കളയേണ്ടതിൽ ഫസ്റ്റ് നമ്പർ എന്താണ്? 8 ആണ്. അതായത് 5നേക്കാ വലുത്, 5ഓ 5നേക്കാ വലുതാണോ ഫസ്റ്റ് നമ്പർ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ? സിമ്പിൾ ആണ്. ഇവിടെ എന്ത് ചെയ്യാ? +1 ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് കളയേണ്ടതിൽ ഫസ്റ്റ് നമ്പർ 5ഓ 5നേക്കാ വലുതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? തൊട്ടിപ്പുറത്തെ നമ്പറിൽ +1 ചെയ്യുക. അതായത് ഉത്തരം 1.69. 8 + 1 69. അതെന്തിനാണ് എഴുതിയത്? കാരണം 8 അല്ലെ? ഇവിടെ എന്താണ് വന്നത്? 8 ആണോ? അതായത് 5ഓ 5നേക്കാ വലുത് വന്നു കഴിഞ്ഞാൽ കളയണതിൽ ഫസ്റ്റ്, കളയണതിൽ ഫസ്റ്റ് 5ഓ 5നേക്കാ വലുത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം മക്കളെ? +1 ചെയ്യണം. ഓക്കെ, അപ്പൊ 1.6 kg/m³. ഇതാണ് നമ്മുടെ എന്ത് ഉത്തരം? അപ്രോപ്രിയേറ്റ് സിഗ്നിഫിക്കന്റ് ഫിഗർ. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഡിവൈഡ് ചെയ്യുമ്പോഴും സെയിം റൂൾ ആണ്. എന്താണ് ആ റൂള്? ഏറ്റവും കുറവ് സിഗ്നിഫിക്കന്റ് ഫിഗർ തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറവ് സിഗ്നിഫിക്കന്റ് ഫിഗർ എത്രയാണോ അത്രയായിരിക്കും നമുക്ക് ഉത്തരത്തിൽ വരാനായിട്ട് പാടുള്ളൂ. സിമ്പിൾ അല്ലേ? ഇനി മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും പഠിച്ചു. ഇനി അടുത്തെന്താണ്? അഡീഷനും സബ്സ്ട്രാക്ഷനും. സിമ്പിൾ ആണ്. ഫൈൻഡ് ദി സം ഓഫ് ദി നമ്പേഴ്സ്. ഏതൊക്കെയാണ് നമ്പേഴ്സ്? ആ നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കാനാണ്. സിമ്പിൾ അല്ലേ? ഇവരെ കൂട്ടിയാ പോരെ? സം കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ കൂട്ടല്ലേ? അപ്പൊ ഞാൻ കൂട്ടാനായിട്ട് പോവാണ്. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഇട്ട് കൊടുത്താൽ മതി. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവരെന്ത് ചെയ്യണം? കൂട്ടണം. കൂട്ടിയാൽ മാത്രം മതിയാ? ഇല്ലല്ലോ, വേറെന്തോ പറയാനുണ്ട്. എന്താണ്? അപ്രോപ്രിയേറ്റ് സിഗ്നിഫിക്കന്റ് ഫിഗർ അല്ലെ? എന്താണ് ചെയ്യേണ്ടത്? അപ്രോപ്രിയേറ്റ് സിഗ്നിഫിക്കന്റ് ഫിഗർ ആക്കണം. അപ്പൊ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനിലും ഏറ്റവും കുറവ് സിഗ്നിഫിക്കന്റ് ഫിഗർ ആർന്നു എന്നുണ്ടെങ്കിൽ സബ്സ്ട്രാക്ഷനും അഡീഷനും വരുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം സിഗ്നിഫിക്കന്റ് ഫിഗർ അല്ല. ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര നമ്പർ ഉണ്ട് നോക്കാം. ഇവിടെ എത്ര നമ്പർ? ഡെസിമൽ കഴിഞ്ഞിട്ട് 2 നമ്പർ. ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര ഉണ്ട്? 1. ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര ഉണ്ട്? 3 അല്ലെ? ഡെസിമൽ കഴിഞ്ഞിട്ട് 1, 2, 1, 3 ഇതാണ് നമുക്കുള്ളത്. ഓക്കെ അല്ലേ? അവിടെ നമ്മൾ നോക്കിയ എന്താണോ സിഗ്നിഫിക്കന്റ് ഫിഗർ. ഇവിടെ നോക്കുന്നത് ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര നമ്പേഴ്സ് ഉണ്ട്. ഇവിടെ എന്ന് ഉദ്ദേശിക്കുന്നത് അഡീഷനും സബ്സ്ട്രാക്ഷനും. ഓക്കെ ആണല്ലോ? ഇതിൽ ഏറ്റവും കുറവ് എത്രയാ? 1 അല്ലേ? അപ്പൊ ഉത്തരത്തിൽ എത്ര വരാൻ പാടുള്ളൂ മക്കളെ? ഒരു ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരു നമ്പറേ വരാൻ പാടുള്ളൂ. ഓക്കെ, ഇവിടെ ഏറ്റവും കുറവ് ഡെസിമൽ പോയിന്റ് എത്രയാണോ അല്ലെങ്കിൽ ഡെസിമൽ പ്ലേസ് എത്രയാണോ അത്രയും തന്നെ ഇവിടെ വരാൻ പാടുള്ളൂ, ഉത്തരത്തിൽ വരാനായിട്ട് പാടുള്ളൂ. അപ്പൊ ഒരെണ്ണാണെന്നുണ്ടെങ്കിൽ ഉത്തരത്തിൽ ഒരു ഡെസിമൽ പ്ലേസേ വരാൻ പാടുള്ളൂ. ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരെണ്ണം വരാനായിട്ട് പാടുള്ളൂ. ഉള്ളതിൽ ഏറ്റവും കുറവ് എത്രയാണ്? 1 ആണ്.
അപ്പൊ അതുകൊണ്ട് ഇത് ചെയ്യുമ്പോ എത്ര വരും? 6 6 3 8 2 1. നമ്മ നേരത്തെ പറഞ്ഞു അല്ലെ, നേരത്തെ പറഞ്ഞു ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരെണ്ണം വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഡെസിമൽ കഴിഞ്ഞിട്ട് ഇയാൾ മാത്രം വരാൻ പാടുള്ളൂ, ബാക്കി രണ്ടുപേരും എന്ത് ചെയ്യണം? കളയണം. അപ്പൊ നേരത്തെ പറഞ്ഞപ്പോ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. നേരത്തെ നമ്മൾ പറഞ്ഞു 5-നേക്കാൾ മേലെ വന്നാൽ എന്ത് ചെയ്യണം? +1 ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ 5-നേക്കാൾ കുറവ് വന്നാൽ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട, വെറുതെ അങ്ങോട്ട് എഴുതി വെക്കാം. 5-നേക്കാൾ കുറവ് വന്നാൽ ഒന്നും ചെയ്യണം. ഓക്കെ, ഇപ്പൊ കളയണതിന്റെ ഫസ്റ്റ് നമ്പർ 5-നേക്കാൾ ചെറുതാണ്, 2 അല്ലേ? 663.821 ആണ്. അപ്പൊ അതിൽ 2 1 ആണ് നമുക്ക് കളയേണ്ടത്, കാരണം ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരെണ്ണം വരാനായിട്ട് പാടുള്ളൂ. അപ്പോ അതിൽ ഈ 2 1 കളയണതിൽ ഫസ്റ്റ് നമ്പർ 2, അതായത് 5-നേക്കാൾ താഴെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൗണ്ട് ചെയ്ത് കളയുമ്പോൾ എന്ത് വേണ്ട? ഒന്നും ചെയ്യണ്ട, 663.8 അത്രേ എഴുതിയാൽ മതി. ഓക്കെ, അവിടെ ഗ്രാം ഉണ്ട്, അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യാ? ഗ്രാം എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി 5-നേക്കാൾ മേലെ ആണെന്നുണ്ടെങ്കിൽ ഈ 8-ന് എന്ത് ചെയ്യണം? +1 ചെയ്യണം. 5-നേക്കാൾ താഴെ ആയതുകൊണ്ട് എന്ത് ചെയ്യണ്ട? +1 ചെയ്യണ്ട. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? ഇതോടുകൂടി ഈ ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്തു? എല്ലാ ടോപ്പിക്സും, അതായത് ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും നമ്മൾ ചെയ്തു. എല്ലാ ടോപ്പിക്സിലും 2 ക്വസ്റ്റ്യൻ വെച്ച് ചെയ്തു. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വല്ല ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, ബൈ.